വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമഃ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകരൂപിണേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഭഗവാൻ വേദവ്യാസൻ മുതൽ ശങ്കരാചാര്യർ വരെയും തുടർന്നുള്ള എല്ലാ ഗുരുക്കന്മാരെയും വന്ദിച്ചുകൊണ്ട്, വിശിഷ്യ എൻ്റെ ഗുരുനാഥനായ സ്വാമി പുരുഷോത്തമ തീർത്ഥിയെയും മാതാജി ശാന്താദേവിയെയും വിശിഷ്യ സ്വാമി ഭൂമാനന്ദ തീർത്ഥജിയുടെയും പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടും ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സന്യാസിനി സഹോദരിമാരോടും സന്യാസി സഹോദരന്മാരോടും പ്രത്യേകം എന്താ പറയുക, എൻ്റെ നമസ്കാരത്തോടു കൂടിയും പിന്നെ ഇവിടെ വന്നിരിക്കുന്നതായ ഞാൻ എന്തോ പറയണത് കേൾക്കാൻ തയ്യാറെടുത്തുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടി കേൾക്കാൻ തയ്യാറായിട്ട് തന്നെ വന്നിരിക്കുന്ന സജ്ജനങ്ങളോടും എൻ്റെ കൃതജ്ഞത. നോക്കൂ, ആദ്യം തന്നെ എനിക്ക് ചോദിക്കാൻ തോന്നിയ ഒരു ചോദ്യം, ആരാണ് ഈ വേദവ്യാസൻ? ഇന്നലെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഒരു 5 തട്ട് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? ഇന്നലെ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് പെട്ടെന്ന് മറക്കില്ല. ഒരു 5 ലെവൽ പറഞ്ഞില്ലേ, ഓർമ്മയുണ്ടോ? ഏറ്റവും അടിയിലത്തെ ലെവൽ ഏതാ? ക്ഷേത്രങ്ങൾ. ഏറ്റവും മുകളിലത്തേത് അഹം ബ്രഹ്മാസ്മി, തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ, സർവം ഖല്യുതം ബ്രഹ്മ, ശിവോഹം, സോഹം എന്നുള്ള നിലയിലെത്തിയിരിക്കുന്നവർ. ആ 5 സ്റ്റേജുകളാണ് ആത്മീയതയുടെ 5 തട്ടുകൾ എന്ന് പറഞ്ഞത്. ഓർമ്മയില്ലാത്തവർക്ക് ഇപ്പോൾ ഓർമ്മ വരുമായിരിക്കും, ഓർമ്മയുള്ളവർക്ക് നന്നായി. ഈ 5 തട്ടുകളിൽ 5ാമത്തെ തട്ടിൽ നിൽക്കുന്ന ആളുകൾ വളരെ 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 കുറവായിരിക്കും എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ തട്ടിൽ നിൽക്കുന്ന ആളാണ് ഭഗവാൻ വേദവ്യാസൻ. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി 1ാമത്തെ തട്ടിൽ ആരാ? ദുർജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും പൊട്ടയല്ല കേട്ടോ, ദുഷ്ട കൂടുതലും നല്ലത് കുറവുമായിട്ടുള്ളവർ. നമ്മളതിൽ പെടുവോ? ചിലരൊക്കെ പെടുമായിരിക്കും, ഞാനൊക്കെ നിശ്ചയമായിട്ടും പെടും. 2ാമത്തെ തട്ടിലിരിക്കുന്നവരാണ് സജ്ജനങ്ങൾ എന്ന് പറയുന്നവർ. ആ സജ്ജനങ്ങൾ എന്ന് പറയുന്നവർക്ക് അവർ മുഴുവനും നല്ലതൊന്നും അല്ല കേട്ടോ, കുറച്ചൊക്കെ ദുഷ്ടുണ്ടാവും അവരിൽ. അങ്ങനത്തെ ആൾക്കാർ ഇവിടെ ധാരാളം ഉണ്ടായിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. ഇനി ദുർജനങ്ങളായി, സജ്ജനങ്ങളായി. ഇനി സജ്ജനങ്ങളിൽ തന്നെ ശാന്തരായിട്ടും സമാധാനമായിട്ടും ഇരിക്കുന്നവർ. അത് എല്ലാ സജ്ജനങ്ങൾക്കും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ശാന്തമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുന്നത് അടുത്ത ലെവലിലുള്ള ആളുകളാണ്. 4ാമത്തെ ലെവലിലുള്ള ആളുകൾ ശാന്തവും മുച്ഛേദ ബന്ധനങ്ങളിൽ നിന്നെല്ലാം വിട്ടുമാറി. ഏത് പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവിടെ പ്രവക്താക്കൾ വന്ന് പറഞ്ഞു നമുക്ക് കാണാപ്പാടായി കഴിഞ്ഞു. മക്കളെ സംബന്ധിച്ചും അവനവൻ്റെ പണത്തിനെ പറ്റിയും പദവിയെ പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒക്കെ ഇരിക്കുന്നതായ അതിലൊക്കെ ഇതുള്ള ആളുകൾ. അതെല്ലാം വിട്ട്, ആ ബന്ധനങ്ങളിൽ നിന്നെല്ലാം വിട്ട ആളുകളാണ് 4ാമത്തെ തട്ടിൽ നിൽക്കുന്നവർ.
അഞ്ചാമത്തെ തട്ടിൽ നിൽക്കണവര് ആരാച്ചട്ടാ, ഇതെല്ലാം കളഞ്ഞിട്ട് മുക്തരായവര്, മോക്ഷപ്രാപ്തി അടഞ്ഞവര്. മരിച്ചു പോയാൽ മാത്രമല്ല കേട്ടോ, മരിക്കാണ്ട് തന്നെ മോക്ഷം കിട്ടാം. ഇരിക്കെ തന്നെ മുക്തി, ജീവൻ മുക്തി, ജീവനോട് ഇരിക്കെ തന്നെ മുക്തരായിട്ടുള്ള ആളുകൾ അത് വളരെ 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 കുറവ് തന്നെയാപ്പാ. അത് അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. അപ്പം അങ്ങനെയുള്ളതിൽ ഈ മുക്തന്മാരുടെ ലെവലിലുള്ള ആളാണ് നമ്മുടെ ഭഗവാൻ വേദവ്യാസൻ. ഈ വേദവ്യാസ ഭഗവാൻ അദ്ദേഹത്തിന് മുക്തന്മാർക്ക് ചുമതലയുണ്ട്. മുക്തശ്ച അന്യാൻ വിമോചയേത്, മറ്റുള്ള ആളുകളെയൊക്കെ മോചിപ്പിച്ച് മുക്തന്മാരാക്കണം. മുക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സന്തോഷവും ഇല്ല സന്താപവും ഇല്ല, അവർക്ക് എന്താ ഉള്ളത്? ആനന്ദം, പരമാനന്ദമാണുള്ളത് അവർക്ക്. ആ പരമാനന്ദത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരും കൂടി ഇങ്ങനെ കഷ്ടപ്പെട്ടും സങ്കടപ്പെട്ടും വിഷമിച്ചും ജീവിക്കണത് കാണുമ്പോൾ അവർക്ക് കാരുണ്യം തോന്നും അത്രേ. അങ്ങനെയുള്ള കാരുണ്യാതിരേകം കൊണ്ട് മുക്തനായും മിണ്ടാതിരിക്കണതിന് പകരം ഭഗവാൻ വേദവ്യാസൻ എന്താ ചെയ്തത്? ഉള്ള വേദങ്ങളെ മുഴുവനും നല്ലോണം പോലെ പകുത്ത് വീണ്ടും 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 പിച്ചി ചീന്തി ചെറുതാക്കി. എന്തിനു വേണ്ടി? മനുഷ്യന്മാർക്ക് മനസ്സിലായി അത് വേദമൊക്കെ പഠിച്ചിട്ട് അവർ മുക്തന്മാരാകട്ടെ എന്ന് കരുതി. എത്ര പേര് വേദം എന്ന് കേട്ടാൽ തന്നെ നമുക്ക് എന്നെ പോലെയുള്ളവർക്ക് വേദം എന്ന് കേട്ടാൽ തന്നെ അയ്യോ വേദാന്ന് തോന്നുന്നു, നമുക്ക് വേണ്ടാപ്പാ. അങ്ങനെയുള്ള ആളുകൾക്ക് കഥാരൂപത്തിൽ പുരാണങ്ങൾ, 18 പുരാണങ്ങൾ, 17 പുരാണങ്ങൾ അദ്ദേഹം എഴുതി. ഏത്? ഈ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അവർ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ വേണ്ടിയിട്ട്, ഈ ദുഷ്ടഭാവം മാറ്റി സജ്ജനങ്ങളാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിറയെ ഒരുപാട് കഥകൾ എഴുതി, 17 പുരാണങ്ങൾ എഴുതി. വേദങ്ങളെയൊക്കെ പകുത്തു, 17 പുരാണങ്ങൾ എഴുതി. ഇതെല്ലാം കഴിഞ്ഞിട്ടും വേദവ്യാസ ഭഗവാന് മനസ്സിന് സമാധാനം ഇല്ലാത്രേ. ഇതെന്താപ്പം അത്? മുക്തനായ ഭഗവാന് ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും മനസ്സമാധാനം ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് നാരദ മഹർഷി വന്നത്. എന്താ വ്യാസരെ, ലോകം മുഴുവനും പുകഴ്ത്തനുണ്ടല്ലോ, 4 വേദങ്ങളും പകുത്തു, 17 പുരാണങ്ങൾ എഴുതി, ഉപപുരാണങ്ങളും എഴുതി, അങ്ങേപ്പറ്റി സർവ്വദിക്കിലും വർത്തമാനം തന്നെ ഉള്ളൂ. ഇങ്ങനെ എന്നിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാൽ എന്തേ ഇങ്ങനെ ഇരിക്കണേ? അപ്പോൾ വേദവ്യാസൻ പറഞ്ഞു, ഭഗവാനെ വാസ്തവമാണ് അങ്ങ് പറഞ്ഞത്, ഇതെല്ലാം ഞാൻ ചെയ്തു, ഇതിലെല്ലാം സന്തോഷവും സമാധാനവും എനിക്ക് മതിയാവണില്ല, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് തോന്നുകയാണ്. എന്താണാവോ ഇതിന് കാരണം ചോദിച്ചപ്പോൾ നാരദൻ പറഞ്ഞു, അതിന് കാരണമുണ്ടോ? അയ്യോ ഒന്നൊന്നും പറയരുത്, ഈ സ്റ്റേജിലിരുന്ന് വർത്താനം പറയുമ്പോഴേ എനിക്ക് എൻ്റെ ഭാഷ വരും കേട്ടോ, ക്ഷമിക്കണേ, ഞാൻ എൻ്റേതായ രീതിയിൽ എന്നൊക്കെ വിളിച്ചു എന്ന് വരും കേട്ടോ. അപ്പോൾ അതിന് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാന്റെ ലീലകളെ, ഭഗവാന്റെ രൂപത്തിനെയും ഇങ്ങനെ അങ്ങോട്ട് വർണ്ണിച്ച് എഴുതണം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ വായിക്കുന്ന ആളുകൾക്ക് തന്നെത്താൻ ഭഗവാനിൽ ഭക്തി ഉണ്ടാവും. ഭക്തി ഉണ്ടായാലേ മുകളിൽ പറഞ്ഞ മുക്തി ഉണ്ടല്ലോ അത് കിട്ടാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് 17 പുരാണം എഴുതിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭഗവാനെ വർണ്ണിച്ചത് പോരാ എന്ന് പറഞ്ഞപ്പോഴാണ് അത്രേ വേദവ്യാസൻ ഭഗവാനെ വർണ്ണിച്ചുകൊണ്ട് എഴുതണം ശ്രീമദ് ഭാഗവതം. അതുകൊണ്ടാണല്ലോ ഭാഗവത തത്വസമീക്ഷാ സത്രത്തിലാവട്ടെ സപ്താഹത്തിലാവട്ടെ ഒക്കെ ഭാഗവതമല്ലേ എടുക്കണുള്ളൂ. ഞാൻ അടുത്ത ചോദ്യം, അങ്ങനെ ശ്രീമദ് ഭാഗവതത്തിൽ എത്രയോ കഥകളുണ്ടല്ലോ, പിന്നെ എന്താ മത്സ്യപുരാണത്തിലെ കഥകൾ, ഏതാനും കഥകൾ? ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് മത്സ്യപുരാണത്തിലെ ഏതാനും കഥകളാണ്, ഭാഗവത പുരാണത്തിലത്തേതല്ല. ആരെങ്കിലും അത് അങ്ങനെ ആലോചിച്ചോ? ഒരാൾ എന്നോട് ചോദിച്ചു കേട്ടോ, ഇതെന്തായത് ഭാഗവത പുരാണത്തിലെ കഥകളൊന്നും ഇല്ലാഞ്ഞിട്ടാ മത്സ്യപുരാണത്തിലത്തേത് എവിടെ വന്നിരുന്നിട്ട്? ഭാഗവത തത്വ സമീക്ഷാ സത്രത്തിൽ വന്നിരുന്നിട്ട് ഈ പീഠത്തിൽ വന്നിരുന്നോട്ട് പറയാൻ പോവാ. അത് അഹമ്മദിയല്ലേ? അല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, മത്സ്യ അവതാരം, ഭഗവാന്റെ അവതാര കഥകളെയൊക്കെ ഭംഗിയായിട്ട് വേദവ്യാസ ഭഗവാൻ ഭാഗവതത്തിൽ വിസ്തരിച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ അവതാരങ്ങളിൽ മത്സ്യാവതാരം ഒന്നാമത് ഞങ്ങൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം ഇങ്ങനെയാണ് തുടങ്ങുക. പക്ഷേ പുരാണങ്ങളുടേതായ പുസ്തകങ്ങൾ നോക്കിയപ്പോൾ 16ാമത്തെ പുരാണമാണ് മത്സ്യപുരാണം എന്ന് കണ്ടു. പുസ്തകത്തിൽ കണ്ടതാട്ടോ, നമുക്കിതിനെപ്പറ്റി ഒന്നും കൂടുതൽ അറിവുണ്ടായിട്ട് പറയേണ്ടതല്ല. അപ്പോൾ അതെന്താ അത്? ഈ മത്സ്യ അവതാരം നോക്കിയപ്പോൾ മത്സ്യാവതാരം എന്നുള്ളതിൽ 5-6 പേജേ ഉള്ളൂ ഭാഗവതത്തിൽ. അധികം ഒന്നും വിസ്തരിച്ച് പറഞ്ഞിട്ടേ ഇല്ല.
ബാക്കിയുള്ള അവതാരങ്ങളെ പറ്റി എത്രയാ വർണ്ണിച്ച് പറഞ്ഞേക്കണത്. അപ്പോൾ 17 കൊല്ലമായിട്ട് ആരും ഈ മത്സ്യാവതാരം പറയണില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും. എനിക്ക് ഭാഗവതമൊന്നും ഞാൻ കലക്കി കുടിച്ചിട്ടുള്ള ആളൊന്നും അല്ലാട്ടോ. ഈ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോകണമെങ്കിൽ ഭാഗവതം നോക്കണമെങ്കിൽ ഒന്നും നോക്കി എന്താ വേണ്ടിയിട്ട് 1 മണിക്കൂർ നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി പോകുന്നല്ലാതെ എനിക്ക് ശ്ലോകങ്ങളൊക്കെ കാണാപ്പാടം പറയാനോ അതിന് തത്വം പറയാനോ ഒന്നും അറിയാൻ പാടില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ എന്താ ഈ മത്സ്യാവതാരത്തിനെ പറ്റി എന്താ ആരും പറയാത്തേ? എത്ര നല്ല നല്ല പ്രവക്താക്കൾ ഇവിടെ വരുന്നു, എത്ര ഭംഗിയായിട്ട് പ്രസംഗിക്കുന്നു. ഈ മത്സ്യാവതാരത്തിനെ പറ്റി എന്താ പറയാത്തതെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിലാകെ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ടുള്ളൂ. മത്സ്യാവതാരത്തെ പറ്റിയിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ ഒരു ചെറിയ കാര്യം അറിയാമായിരിക്കാം നിങ്ങൾക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സൂര്യപുത്രനായ മനു, അദ്ദേഹം ചക്രവർത്തിയായിരിക്കുന്ന കാലത്ത് സൂര്യപുത്രനായ മനു, ആ മനുവിനെന്തോ സത്യവ്രതനോ എന്തോ പേര് പറഞ്ഞു കേട്ടോ, എനിക്ക് പേരൊക്കെ ഞാൻ മറന്നു പോകും, ചിലപ്പോൾ പറഞ്ഞാൽ മാറിപ്പോകും. അതുകൊണ്ട് മനു ആണ് ആൾ, സൂര്യപുത്രനാണ്, അത്ര എനിക്കറിയാം. അദ്ദേഹം രാജ്യം ഭരിക്കുമ്പോൾ പ്രജകളെ വലിയ ഇഷ്ടമായിരുന്നു, വളരെ സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. ഇങ്ങനെ സ്നേഹത്തോടു കൂടിയും വാത്സല്യത്തോടു കൂടിയും ചുമതലാബോധത്തോടു കൂടിയും ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം ഒരു യെല്ലോ അലർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വരണു മഹാപ്രളയം. നമുക്കിപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട് എന്നൊക്കെ പറഞ്ഞ് വരണില്ലേ? അതുപോലെ മുനിമാരെല്ലാവരും കൂടി അവർ ധ്യാനത്തിൽ കണ്ടു വലിയ മഹാപ്രളയം, 14 ലോകങ്ങളും വെള്ളത്തിൽ മുങ്ങാൻ പോവുകയാണെന്ന്. ആ മനുവിന് സഹിച്ചില്ല. എൻ്റെ പ്രജകളെല്ലാവരും വെള്ളത്തിൽ മുങ്ങിപ്പോവില്ലേ, മരിച്ചു പോവില്ലേ? ഈശ്വര, ഞാൻ എന്താ ചെയ്യുക? നമ്മളെന്ത് ചെയ്യും? ഇപ്പം വെള്ളം അങ്ങോട്ട് പൊങ്ങി വന്നാൽ നമ്മളെന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. അതിൽ മുങ്ങിയവർ മുങ്ങി, പൊങ്ങിയവർ പൊങ്ങി, അത്ര തന്നെ അല്ലേ? അങ്ങനെ ആവൂലോ, എൻ്റെ പ്രജകൾക്ക് ഇത് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു? ഇത് കേട്ട ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെയും മന്ത്രിമാരെയും ഒക്കെ വിളിച്ചു വരുത്തി, നിങ്ങളെല്ലാവരും കൂടി രാജ്യം ഭരിക്കൂ, ഞാൻ പോയി തപസ് ചെയ്യാൻ പോവുകയാണ്. തപസ് ചെയ്ത് ഈ വെള്ളപ്പൊക്കം വരുത്താണ്ടിരിക്കാൻ, പ്രളയം വരുത്താണ്ടിരിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പോം വഴി ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞ് കുറേ കാലം തപസ് ചെയ്തപ്പോൾ പതിവ് പോലെ തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്താ വേണ്ടേ? നിനക്ക് എന്താ വേണ്ടേ കൂട്ടാ? എനിക്കൊന്നും വേണ്ട. പ്രളയം വരുമ്പോൾ എൻ്റെ പ്രജകൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ഞാൻ പോയിക്കോട്ടെ കേട്ടോ, ഞാനോ എൻ്റെ ഭാര്യയോ മക്കളോ കുടുംബത്തിനെ അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, എൻ്റെ പ്രജകൾക്ക് ഒന്നും വരാൻ പാടില്ല. അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് കക്ഷി അപ്രത്യക്ഷപ്പെട്ടു പോയി. പിന്നെ ഒന്നും ചോദിക്കാനും നിന്നില്ല, ഇങ്ങോട്ട് ചോദിക്കാൻ തോന്നിയില്ല, അങ്ങോട്ട് പറഞ്ഞുമില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം കാട്ടിൽ തന്നെ, ഏതാ രാജകൊട്ടാരത്തിലിരുന്നിരുന്ന ആളാണ്, കാട്ടിൽ പോയിട്ട് ഒരു കുടിൽ വെച്ച് കെട്ടി അവിടെ ഇരുന്നുകൊണ്ട് രാവും പകലും തപസ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ദിവസം കുളിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ അങ്ങനെ കയ്യിൽ വെള്ളം കോരിയപ്പോൾ അതിലൊരു ചെറിയ മത്സ്യം, ഒരു കുഞ്ഞി മത്സ്യം ഇങ്ങനെ കയ്യിൽ. അയ്യോ, മത്സ്യം കയ്യിൽ വന്നുല്ലോ. അത് മത്സ്യം ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ ചത്തുപോവില്ലേ? ഉടനെ വെള്ളത്തിലേക്ക് തന്നെ ഒഴിക്കാൻ പോയപ്പോൾ ആ മത്സ്യം വർത്താനം പറയണു, മഹാരാജാവേ എന്നെ രക്ഷിക്കണേ. എന്താ ഇത് വർത്താനം പറയണു കേട്ടപ്പോൾ? ഞാനൊരു ചെറിയ മത്സ്യം, എന്നെ വെള്ളത്തിലിട്ടാൽ വലിയ മത്സ്യം പിടിച്ചു തിന്നും, എന്നെ രക്ഷിക്കണം, രാജാവല്ലേ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ തൻ്റെ കമണ്ടുലുവിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലിട്ട് വെച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞോ 15 മിനിറ്റ് കഴിഞ്ഞോ അറിയില്ല കേട്ടോ, ആ കമണ്ടിലും നിറഞ്ഞു ആ മത്സ്യം വലുതായിട്ട്. എന്നിട്ട് രാജാവേ എനിക്കിതിൻ്റെ ഉള്ളിൽ തിങ്ങിയിട്ട് വയ്യ, കുറച്ചും കൂടി വലിയ പാത്രത്തിലിടും. അപ്പം രാജാവ് കുറച്ചും കൂടി അവിടെയൊന്നും വലിയ പാത്രങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, എന്നാൽ ഉള്ളതിൽ വലിയ ഏതാണ്ട് ഒന്നിൽ കൊണ്ടുവന്ന് ഇട്ട് വെള്ളം ഒഴിച്ചപ്പോഴേക്കും ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, അത് അതിലും വലുതായി. തടാകത്തിൽ കൊണ്ടുപോയി ഇട്ടപ്പോഴേക്ക് തടാകം നിറഞ്ഞു, പുഴയിൽ കൊണ്ടുപോയിട്ടപ്പോൾ പുഴ നിറഞ്ഞു. സമുദ്രത്തിൽ കൊണ്ടുപോയി ഇട്ട് കളയാമെന്നും പറഞ്ഞു. പാവം കഷ്ടപ്പെട്ട്, സമുദ്രം അവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുപോയി, അത് കൊണ്ടുപോണ്ടേ ഇതിനെ, ഈ സാധനത്തിനെ കൊണ്ടുപോയി സമുദ്രത്തിൽ ഇടാൻ പോയപ്പോൾ രാജാവ് ഇവനോടൊരു കാര്യം ചോദിക്കണം. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുമ്പോൾ, നീ സാധാരണ മത്സ്യമാണോ? സാധാരണ മത്സ്യമാണെങ്കിൽ ഇങ്ങനെ വലുതാവില്ല. ഒന്നിനെ നീ ഒരു അസുരൻ, അല്ലെങ്കിൽ നീ ഭഗവാൻ, നീ ആരാന്ന് പറയണം. അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ ഫലമായിട്ട് ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ അസുരനല്ല, ഞാൻ മത്സ്യമായിട്ട് അവതാരമെടുത്തിരിക്കുന്നതായ മഹാവിഷ്ണു ആണ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. മഹാപ്രളയം വരാൻ പോണു എന്ന് പറഞ്ഞുല്ലോ, ആ സമയത്ത് എൻ്റെ പ്രജകളെ രക്ഷിക്കണേ, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ പറഞ്ഞു, മഹാപ്രളയം വരും,
മഹാപ്രളയം വരണ സമയത്ത് എല്ലാം വെള്ളത്തിൽ മുങ്ങും. നിനക്ക് ആരെയെല്ലാം രക്ഷപ്പെടുത്തണോ അവരെയെല്ലാം ബീജരൂപത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരമരച്ചെടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരമരക്കായ മൂത്തത് പൊട്ടിച്ചു വെച്ചാൽ മതി, അമര പോയിക്കോട്ടെ, അതിൽ നിന്ന് മറ്റത് മുളച്ച് വരുമല്ലോ. ഇതുപോലെ ഇവിടെ ഉള്ളതെല്ലാം നശിക്കും. പക്ഷെ നശിച്ചാലും അതെല്ലാം ബീജരൂപത്തിലാക്കി ഒരു ചാക്കിൽ കെട്ടി ഞാനൊരു തോണി അയക്കാം, ആ തോണിയിൽ വെച്ചോളൂ. എന്നിട്ട് ആ തോണിയെ ഞാനപ്പോൾ മത്സ്യമായിട്ട് ഞാൻ വരും. എൻ്റെ കൊമ്പിൽ അനന്തനെ കൊണ്ട് ഞാൻ കൊണ്ടുവരാം, കയറ് പാമ്പിനെ കൊണ്ടുവരാം, വെച്ച് കെട്ടിക്കോളൂ. അതിൻ്റെ കൂടെ ആ തോണിയിൽ സപ്തർഷികളുണ്ടാവും, നാരദനുണ്ടാവും, നീയും ഉണ്ടാവും. ആ സമയത്ത് നീ എന്തൊക്കെയാണ് വേണ്ടത് ചോദിച്ചു. ഒരാഴ്ചക്കാലം ആ പ്രളയം നിൽക്കും. അതെന്തിനു വേണ്ടിയാ ഈ മത്സ്യാവതാരം ഭഗവാനെ? ഒരു നല്ല അവതാരം എടുത്തൂടെ? നാരണ ജന്തു എന്തിനെ ഈ അവതാരം എടുക്കണേന്ന് ചോദിച്ചു. അപ്പം മത്സ്യം പറഞ്ഞു, നോക്കൂ, ഹയഗ്രീവൻ എന്ന് പറഞ്ഞ ഒരു അസുരനുണ്ട്. അവൻ ബ്രഹ്മാവ് ഒന്ന് മയങ്ങിയത്രേ ഉറങ്ങാനായിട്ട്. ആ തഞ്ചം നോക്കി വേദങ്ങളെ മുഴുവൻ തട്ടിയെടുത്തോണ്ട് പോയി ഏതോ സമുദ്രത്തിൽ ഒളിച്ചു വെക്കുക. അപ്പം ലോകം മുഴുവനും 14 ലോകങ്ങളും സമുദ്രത്തിൽ മുക്കിയിട്ട്, എന്നിട്ട് എവിടെയാണോ നമ്മുടെ വേദങ്ങൾ ഇരിക്കണത് അതിനെ എടുത്തിട്ട് ബ്രഹ്മാവിൻ്റെ കയ്യിൽ കൊടുക്കണം. ഒന്നാമത്തെ ജോലി. രണ്ടാമത്, എനിക്ക് ഒരാഴ്ച വെള്ളത്തിൽ നീന്തി കളിക്കണം എന്ന് ആഗ്രഹം. എനിക്കൊരു ഇച്ഛ, ഒരാഴ്ച എനിക്ക് വെള്ളത്തിൽ നീന്തി കളിക്കണം. അതിനാണ് ഞാൻ ഈ പ്രളയം ഉണ്ടാക്കുന്നത്. പ്രളയം കഴിഞ്ഞാൽ നീയും നശിക്കില്ല, നിൻ്റെ പ്രജകളെ മുഴുവനും ബീജരൂപത്തിലാക്കി തരാം. അന്ന് നീ ഭംഗിയായിട്ട്, ഇപ്പം ഭരിച്ചില്ലേ ഭംഗിയായിട്ട്, അതുപോലെ ഭംഗിയായിട്ട് രാജ്യം ഭരിച്ചോളൂ. 10,000 വർഷം ഒക്കെയാണ് ഏതാണ്ടോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നോക്കൂ, ആ സമയം അപ്പം കുറേ ചോദ്യം ചോദിക്കാനുണ്ട്. എങ്ങനെയാണ് ഭരിക്കേണ്ടേ? എങ്ങനെയാണ് ഈ മനുഷ്യന്മാരെ ആക്കണം? നന്നാക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ബ്രഹ്മചാരിക്ക് എന്ത് വേണം? ഒരു ഗാർഹിസ്ഥ്യനെ എന്ത് വേണം? പിന്നെ ആൾക്കാരുണ്ട്, ദുഷ്ടന്മാരുണ്ട്, ശിഷ്ടന്മാരുണ്ട്. എങ്ങനെയാണ്? എനിക്കൊന്നും അറിയാൻ പാടില്ല. എല്ലാം ഞാൻ ആ ഒരാഴ്ച കൊണ്ട് പറഞ്ഞു തരാം എന്നും പറഞ്ഞ് മത്സ്യം അപ്രത്യക്ഷപ്പെട്ടു. എന്നാ വരിക ചോദിച്ചപ്പോൾ 100 കൊല്ലക്കാലം കടുത്ത മഴയായി, 100 കൊല്ലക്കാലം വേനൽ, ഒരു തുള്ളി മഴ പെയ്യില്ല. അപ്പം തന്നെ കുറേ എണ്ണം ചത്തോളും. പിന്നത്തെ 100 കൊല്ലം മഴ, കണ്ടമാനം മഴ പെയ്യും. അപ്പം ബാക്കിയുള്ള ജന്തുക്കളും ചത്തും. എന്നാലും മനുഷ്യന്മാർ ചിലർ രക്ഷപ്പെടും. മഴയില്ലെങ്കിലും മഴയുണ്ടാക്കാനും വെയിൽ വന്നാൽ എല്ലാത്തിനും സൂത്രം അറിയാലോ. മനുഷ്യന്മാർ രക്ഷപ്പെടും. അവരെല്ലാവരെയും കൂടി ഒരൊറ്റ മുക്കും. അങ്ങനെ മുക്കിയിട്ട് ആ സമയത്ത്, ആ ഒരാഴ്ച സമയത്ത് നീ ചോദിച്ചോളൂ, അന്ന് ഞാൻ ഫ്രീ ആയിട്ട് കളിച്ചുകൊണ്ട് നടക്കുന്ന സമയമാണ് എന്ന് പറഞ്ഞ് മത്സ്യം അപ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പ്രളയം വന്നു, മനു വന്നു, മത്സ്യം വന്നു. മനു എന്തൊക്കെയോ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കൊക്കെ മത്സ്യം മറുപടി പറഞ്ഞത് അതിനെ തന്നെ ഒരു പുരാണമാക്കിയിട്ടാണ് ഈ മത്സ്യപുരാണം. അപ്പോൾ പരീക്ഷിത് മഹാരാജാവിന് ഒരാഴ്ചയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ വന്ന് പറഞ്ഞു കൊടുത്തില്ലേ അതുപോലെ അവിടെ ശുഭമുനിയാണ് പറഞ്ഞു കൊടുത്തതല്ലേ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ സ്വയം മത്സ്യരൂപിയായിട്ട് വന്നിട്ട് നേരിട്ട് മനുവിന് ഉപദേശം കൊടുക്കുന്നതാണ് മത്സ്യാവതാരം, മത്സ്യപുരാണം. ഈ മത്സ്യപുരാണത്തിൽ മത്സ്യാവതാരത്തെപ്പറ്റി പിന്നെ ഭാഗവതത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല, തീർന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇങ്ങനെയാണോ? ഇത്ര തന്നെയുള്ളൂ മത്സ്യാവതാരം? അല്ല, മത്സ്യപുരാണത്തിൽ അത് നോക്കാലോ എന്നും പറഞ്ഞ് ഞാനൊരു മത്സ്യപുരാണം ബുക്ക് മേടിച്ചു. ദൈവമേ, അതിലില്ലാത്തതില്ല കേട്ടോ. നമ്മൾ ഭാഗവതം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചാൽ ഏറ്റവും ഇങ്ങനെ ഉപയോഗപ്രദമായിട്ടുള്ളതും എല്ലാം കൊണ്ട് തികഞ്ഞത് അതാണെന്ന് വിചാരിച്ചു. ഒട്ടും മോശമല്ല മത്സ്യപുരാണം. അപ്പോൾ അതിലത്തെ ഒരു 4 കഥ, എനിക്ക് ഒരുപാട് കഥയുണ്ട്. ഞാൻ കുറേ കഥകൾ എനിക്കറിയാം. അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിച്ചുള്ള അറിവ് കേട്ടോ. അല്ലാണ്ട് ഈ കഥ പറഞ്ഞ് ഞാൻ അതിൻ്റെ തത്വം എന്ത്, അതിൻ്റെ ആധ്യാത്മികത എന്ത്, അതിൻ്റെ വേദം എന്ത്, വേദാന്തം എന്തെന്നൊന്നും അറിയാൻ പാടില്ല. കഥ അറിയാം കുറേയൊക്കെ. അപ്പോൾ ഇതൊരു 4 കഥകൾ എടുത്തിട്ട് അത് നിങ്ങളുടെ മുമ്പിൽ പറയണമെന്ന് എനിക്ക് തോന്നി. പറയട്ടെ? അതാണ് ഈ മത്സ്യ പുരാണം എടുക്കാൻ കാരണം. ഈ കണ്ട പുരാണം, ഈ ഭാഗവത പുരാണത്തിൽ പിന്നെ ഒരു കാര്യം കേട്ടോ, 17 കൊല്ലമായി ഈ പ്രഹ്ലാദൻ്റെ കഥ, ധ്രുവൻ്റെ കഥ, ശൃംഗിയുടെ കഥ, ഇവരുടെയൊക്കെ കഥ ഇങ്ങനെ കേട്ട്, കഥ വരെ ഞാൻ കേൾക്കുള്ളൂ. തത്വം തുടങ്ങിയാൽ ഞാൻ പതുക്കെ. പിന്നെ അധ്യാത്മാനന്ദ സ്വാമിജിയൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ വേദാന്തം പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ എണീറ്റേ പോവും, വക്കിലിരിക്കും, എണീറ്റേ പോവും. അത്രയ്ക്കേ നിശ്ചയമുള്ളൂ. അത് നിശ്ചയമുള്ളവർക്കല്ലേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ 4 എണ്ണം
കഥയാണ് പറയാൻ പോണത്. തത്വം നമ്മൾ തന്നെ ആലോചിച്ചെടുക്കണം കേട്ടോ. കുറേശ്ശെ എന്തെങ്കിലും വല്ലതും അറിയാമെങ്കിൽ ഞാൻ ക്ലൂ തരാം, അത്രയേ ഉള്ളൂ. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഏത് കഥയാണെങ്കിലും അതിന് തത്വമുണ്ട്. ഈ പുരാണ കഥകൾക്ക് മാത്രമല്ല. ഒരു കഥ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടുള്ളതാ. മണ്ണാങ്കട്ടയും കരിയിലയും കൂടി കാശിക്ക് പോയ കഥ കേട്ടിട്ടുണ്ടോ? മണ്ണാങ്കട്ടയ്ക്ക് ആഗ്രഹം തോന്നി കാശിക്ക് പോകണമെന്ന്. എങ്ങനെയാ കാശി വരെയും പോവണ്ടേ, തന്നെ എങ്ങനെയാ പോവുക? അപ്പോൾ ഒരു കരിയില വന്നു. എനിക്കും ഉണ്ടോ കാശിക്ക് പോകണമെന്ന് മോഹം. എന്നാൽ നമുക്ക് 2 പേർക്കും കൂടി അങ്ങോട്ട് പോകാം. അപ്പോഴേ വലിയ മഴ വന്നാലോ, വലിയ മഴ വന്നാൽ ഞാൻ അലിഞ്ഞു പോവില്ലേ? അപ്പം കരിയില പറഞ്ഞു, ഞാനുണ്ടല്ലോ, ഞാൻ നിൻ്റെ മുതുകിൽ കയറിയിരിക്കാം, അപ്പം മഴ കൊള്ളില്ല. എനിക്ക് പേടി കാറ്റ് വന്നാലാ. കാറ്റ് വന്നാൽ ഞാനുണ്ടല്ലോ, ഞാൻ നിൻ്റെ പുറത്ത് കയറിയിരിക്കാം എന്ന് പറഞ്ഞ് 2 പേരും തുണി കൊടുത്തു എങ്ങോട്ടേക്ക്? കാശിക്ക് പോവാൻ. മഴ വന്നാലും ആളുണ്ട്, വെയിൽ മറ്റേ കാറ്റ് വന്നാലും രക്ഷയുണ്ട്. ഇത് രണ്ടും അല്ലാണ്ട് മൂന്നാമതൊന്ന് വരുന്നോ ഒന്നും അവർ വിചാരിച്ചില്ല. പുറപ്പെട്ടു 2 പേരും കൂടി. അപ്പോൾ കുറച്ച് ദൂരം പോയപ്പോഴേക്കും ഒരു കാറ്റ് വീശി. വേഗം മണ്ണാങ്കട്ട കയറി കരിയുടെ പുറത്ത് നിന്നു. 2 പേരും സമാധാനമായി. കാറ്റ് മാറിയപ്പോൾ പോയി. അത് കഴിഞ്ഞപ്പോഴോ പിന്നെ ഒരു മഴ വന്നു. അപ്പം കരിയൽ വെച്ചിരുന്നു. കാറ്റ് വന്നപ്പോൾ മണ്ണാങ്കട്ടിയിൽ നിന്ന് അങ്ങനെ അവർ കുറച്ച് ദൂരം പോയപ്പോഴേക്കും ഒരു കാറ്റും മഴയും കൂടി അങ്ങോട്ട് വന്നു. കാറ്റ് വന്നു, മഴയും വന്നു. അപ്പം കരിയല പറന്നും പോയി, മണ്ണാങ്കട്ടി അലിഞ്ഞും പോയി. ഇതാണ് കഥ. ഇങ്ങനെയൊരു കഥ ഇവിടെ വന്നിരുന്നുകൊണ്ട് പറയാൻ കൊള്ളാവോ? ഇതിലെന്താ തത്വം ഉള്ളത്? ഇതിൽ തത്വമുണ്ട്. ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയ 17 കൊല്ലക്കാലമായിട്ട് ഈ ഓരോ കഥകൾ പറയുമ്പോൾ തത്വം പറയണതും വേദം പറയണതും വേദാന്തം പറയണതും ശാസ്ത്രം പറയണതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടേ. കുറേശ്ശെ മുഴുവനൊന്നും മനസ്സിലായില്ല, ഏതാണ്ട് കുറേശ്ശെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഞാൻ തത്വം കണ്ടുപിടിച്ചു. എന്താണെന്നറിയാമോ? നമ്മളാണ് കാശിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യുക? ഈശ്വര, കാശിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ, ഇങ്ങനെ ആഗ്രഹം തോന്നുന്നുണ്ടല്ലോ, നല്ലപടിയായിട്ട് കൊണ്ടുവരണേ. നമ്മൾ പ്രാർത്ഥിക്കുകയോ ഇല്ലയോ? തീർച്ചയായിട്ടും. ആരായാലും ഇവിടുന്ന് വടക്കാഞ്ചേരിക്ക് പോകുമ്പോൾ തന്നെ പ്രാർത്ഥനയാണ്, ഭഗവാനെ ഈ വണ്ടിയിലൊന്നും ആവാണ്ടിരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നിട്ടൊരു കാശിക്ക് പോകാനായിട്ട് അത് ചെയ്യും. അത് ഇവർ ചെയ്തോ? 2 പേരും ചെയ്തില്ല. പിന്നെ ഈ കാറ്റും മഴയും വരുന്നു മാത്രം, കാറ്റും മഴയും മാത്രമേ വരുള്ളൂ. പിന്നെ എന്തെല്ലാം വരാം, അതൊന്നും ഇവർ ആലോചിച്ചേ ഇല്ല. ഭഗവത്ഗീതയിൽ ഇത് ഞാൻ തത്വം പറയുക കേട്ടോ, അതുകൊണ്ടാണ് ഭഗവത്ഗീതയൊക്കെ വലിക്കണേ. ഭഗവത്ഗീത നാരായണീയമൊക്കെ വലിച്ചാലല്ലേ തത്വം പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞാൽ തത്വം ആവുമോ? ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരക തത്ര ശ്രീ വിജയോർഭൂതിർ ധ്രുവ നീതിർ മതിർ മമ എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയണു. ധൃതരാഷ്ട്ര ചോദിച്ചു, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും എന്താ വ്യത്യാസം നോക്കൂ, ചേട്ടൻ്റെ അനിയൻ്റെ മക്കളാ തമ്മിൽ എന്താ ഉണ്ടായേന്ന് ചോദിച്ചപ്പോൾ, കുരുടൻ ചോദിച്ചപ്പോൾ സഞ്ജയൻ പറഞ്ഞ മറുപടിയാണ് ഈ കഥയുടെ, ഈ മണ്ണാങ്കട്ടയും കരിയിലയുടെയും കഥയുടെ തത്വം. എന്താ വെച്ചിട്ടാ, എത്ര യോഗേശ്വര കൃഷ്ണോ ഭഗവാനേന്ന് വിളിച്ചില്ല അവര്. അപ്പോൾ ഭഗവാൻ വന്നില്ല. ആയിക്കോളോ, കാറ്റ് വന്നാൽ മണ്ണാങ്കട്ടയുണ്ട്, മഴ വന്നാൽ കരിയിലയുണ്ട്, ഞാൻ വേണ്ടാലോ, ആയിക്കോളോ. 2ഉം കൂടി ഒന്നിച്ചു വന്നപ്പോൾ എന്താ വേണ്ടി നിശ്ചയില്ലാണ്ടായി. അതേ സമയത്ത് എവിടെയാണോ ഭഗവാൻ ശ്രീകൃഷ്ണനും എവിടെയാണോ എല്ലാം ആലോചിച്ച് എല്ലാം തീരുമാനിച്ചെടുത്തിട്ടുള്ള അർജുനൻ നിൽക്കണോ, അവർ 2 പേരും കൂടിയാൽ തീർച്ചയായിട്ടും കാശിക്ക് പോകും, മടങ്ങി വരും. അപ്പം നമ്മളൊരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ ആദ്യം മനസ്സിൽ വിചാരിക്കണം. ഇത് കേട്ടത് കൊണ്ടായില്ല കേട്ടോ, ഇത് നമ്മൾ ചെയ്യണം. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അതേ പടം ഒന്നും പറഞ്ഞു ഒരാൾ വീഴുക. ഈശ്വര, ഞാൻ എൻ്റെ ചെയ്തുമെന്ന് എണീക്കുമ്പോൾ തന്നെ വിചാരിക്കും, ഭഗവാനെ എണീറ്റ് നിൽക്കാറാവണേ, നമ്മൾക്ക് കാലിനും കൈക്കും ഒന്നും സ്വാധീനം ഇല്ല, ഇതൊക്കെ ഉണ്ടാക്കി തരണത് ആരാ? ആ ഭഗവാനാണെന്ന് ഓരോ ശ്വാസത്തിലും നമ്മൾ വിചാരിക്കണം. ഇതാണ് മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥ. ഈ കഥ പറയാനല്ല ഞാൻ വന്നത് മത്സ്യപുരാണത്തിലത്തെ കഥകൾ പറയാനാണ്. ഒന്നാമത്തെ കഥ ഒരു ഉറുമ്പിൻ്റെ കഥ. എറുമ്പ് എന്ന് പറയും, ഉറുമ്പെന്ന് പറയും. ഉറുമ്പിൻ്റെ കഥ. ഒരു മാളത്തിൽ ഒരു 2 ഉറുമ്പുണ്ടായിരുന്നു. ഒരു പെണ്ണുറുമ്പും ഒരു ആണുറുമ്പും. ഭാര്യ ഭർത്താക്കന്മാരാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, കൂട്ടുകാർ 2 ഉറുമ്പുകളുണ്ടായിരുന്നു. ആ പെണ്ണുറുമ്പിന് ആണുറുമ്പിനോട് വലിയ സ്നേഹമാണ്. അവൻ പുറത്തേക്ക് കാലത്ത് എണീറ്റാൽ പുറത്തേക്ക് പോവും. പോയിട്ട് എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് നോക്കിയിട്ട് അവൻ കുറച്ച് തിന്നിട്ട് ഒരു തരി കൊക്കിൽ വായിൽ വെച്ചുകൊണ്ട് വരും. ഇവിടെ വന്നിട്ട് ഇവൾക്ക് കൊടുക്കും. ഇവൻ പോകുമ്പോൾ
ടാറ്റ കാണിക്കും. എന്നിട്ട് അവിടെ തന്നെ ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കും. അവൻ വരണേ 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 എന്ന് പറഞ്ഞ് അവൻ മടങ്ങി വരുമ്പോൾ കൊക്കിൽ എന്തെങ്കിലും ഉണ്ടാവും, അത് കൊടുക്കും, രണ്ടുപേരും കൂടി തിന്നും. അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കും. ഇതിങ്ങനെ ദിവസമുണ്ട് കേട്ടോ. ഒരു ദിവസം ഇവൻ മടങ്ങി വന്നപ്പോൾ ഇവൻ്റെ വായിൽ ഒന്നുമില്ല. ഇവൾക്ക് മനസ്സിലായി, സംഗതി മനസ്സിലായി കഴിഞ്ഞു. ഇവൾ പതിവ്രതയാണെങ്കിൽ സംഗതി വേഗം മനസ്സിലാവും. ഇവൾ വേഗം എന്ത് ചെയ്തു? ദേഷ്യപ്പെട്ടു. എനിക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നു. അപ്പോൾ ഇവൻ വന്നിട്ട് ഇന്നെന്താ നീ എന്നെ വരുമ്പോൾ തന്നെ എന്നെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവരാറാ പതിവ്? അങ്ങനെ വേണം. ഭർത്താവ് പുറത്തേക്ക് പോകുമ്പോൾ യാത്ര അയക്കണം, തിരിച്ചു വരുമ്പോൾ നോക്കിയിരുന്ന് കൈ കൂട്ടിക്കൊണ്ട് വരണം. അതാണ് വേണ്ടത്. നീ എന്താ ഇന്ന് ഇങ്ങനെ ഇരിക്കണേ? ഉണ്ടണിയില്ല. അതെന്താ പറ്റിയേ നിനക്ക്? എന്നോടധികം കൊഞ്ചാനൊന്നും വരണ്ട. നിങ്ങൾക്കിന്ന് ഒരു അടപ്പൊട്ട് കിട്ടിയില്ലേ? ഒരു പൊട്ടാട. ഉവ്. എന്നിട്ട് അത് നിങ്ങൾ തിന്നില്ലേ? ഉവ്. എന്നിട്ട് എനിക്കൊരു കഷ്ണം തന്നോ? ഉവല്ലോ. നിനക്ക് തന്നൂല്ലോ. എവിടെ തന്നു? ദേ പോണു, അവളാ കൊണ്ടുപോണേ, അവൾ തിന്നോണ്ട് പോണത് നോക്കൂ. സംഗതി എന്താണെന്നറിയാമോ? വാതിക്കൽ വേറെ ഒരു എറുമ്പ് നിൽക്കണുണ്ടായിരുന്നു. ഇവൻ വേഗം ഇവൻ്റെ പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് കൊടുത്ത. എറുമ്പൊക്കെ ഒരുപോലെയല്ലേ ഇരിക്കുക. അവൾക്ക് കൊടുത്തു. അവളതും തിന്നോണ്ട് പോയി. ഇവളത് കണ്ടു. അപ്പോൾ ഇവൾക്ക് വല്ലാണ്ട് സങ്കടവും ദേഷ്യവും വരില്ലേ? വന്നു. അപ്പോൾ അവൾ മുഖർ വീർപ്പിച്ചു കരഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെ അത് നോക്ക്, കാണിച്ചു കൊടുത്തപ്പോൾ സോറി, ഞാൻ തെറ്റിപ്പോയതാ കേട്ടോ, ഞാൻ നീയാണെന്ന് വിചാരിച്ചിട്ടാണ് അവൾക്ക് കൊടുത്തത്. എന്നോടൊന്നും പറയണ്ട, കഴിഞ്ഞു നമ്മൾ തമ്മിലുള്ള ബന്ധം. മുഖർ വീർപ്പിച്ചു കരഞ്ഞു തുടങ്ങി. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? അയ്യോ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലിടല്ലോ, ഞാൻ ചത്തുപോവുകയുള്ളൂ, ഞാൻ ചാവാൻ പോവാം. പോണേന് മുന്നേ ഞാൻ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും നിനക്ക് തിന്നാൻ കൊണ്ടുവന്ന് തന്നിട്ട് ചാവാൻ പോകാം. അത് കേട്ടപ്പോൾ അവൾക്ക് സങ്കടമായി കേട്ടോ. സങ്കടമായി പറഞ്ഞു, പോവണ്ട, ഇപ്പം പോവണ്ട, പിന്നെ പോയാൽ മതി എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ബെഡ്റൂമിലേക്ക് പോയി. അത്രേ. പിന്നെ എന്താ ഉണ്ടായെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതാണ് കഥ. ഇത്രയേ ഉള്ളൂ കഥ. ഇത് മഹാരാജാവിനോട് മത്സ്യം പറഞ്ഞ കഥയാകട്ടോ. മഹാരാജാവ് മനുവിനോട് മത്സ്യം പറഞ്ഞ കഥയാണിത്. എന്താ ഈ കഥയുടെ തത്വം? രണ്ടുപേരുണ്ടെങ്കിൽ രാജാവ് ചോദിച്ചത് രണ്ടുപേര് തമ്മിൽ തല്ലുകൂടുക. അന്നും ഉണ്ട് കേട്ടോ, ഇന്ന് മാത്രമൊന്നുമല്ല, എന്നും ഉള്ളതാണ് ഈ തല്ലുകൂട്ടം. എന്തെങ്കിലും കാരണം പറഞ്ഞ് തല്ലുകൂടും, മുഖർ വീർപ്പിക്കും, ദേഷ്യപ്പെടും. അത് കഴിഞ്ഞാൽ ഒരു പാച്ചപ്പ് ഉണ്ട്. അത് ഈ കാലത്ത് കുറവാണ്. രണ്ടുപേരും കൂടിയുള്ള യോജിക്കൽ കുറവാണ് ഈ കാലത്ത്. അപ്പോഴേക്കും മുഖർ വീർത്തപ്പോഴേക്കും മറ്റേയാൾ വാളെടുത്തു, ഇയാൾ കുന്തെടുത്തു, തല്ലായി, ആത്മഹത്യയായി, കൊലപാതകമായി, ജയിലായി, കോടതിയായി. അതാണ് ഇപ്പം കാണുന്നത്. അന്നെന്താ പറഞ്ഞേ? മഹാരാജാവിനോട് മത്സ്യം പറഞ്ഞു, നോക്കൂ, ഇങ്ങനെ രണ്ടുപേര് തമ്മിൽ സ്വരച്ചേർച്ച വരാനിടയായാൽ ഒരാൾക്കല്ലേ ദേഷ്യം വരുള്ളൂ ആദ്യം, പിന്നെയല്ലേ മറ്റേയാൾക്ക് വരുള്ളൂ. ആദ്യം ദേഷ്യം വന്നാൽ ദേഷ്യം പിടിക്കട്ടെ, രണ്ടാമത്തെ ആൾ ക്ഷമയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യാൻ നോക്കണം. ക്ഷമയും സ്നേഹവും. ക്ഷമ മാത്രം പോരാ, ക്ഷമയേക്കാൾ കുറച്ചും കൂടി ഉയർന്നു വരണുണ്ട്. തിതിക്ഷ എന്ന് പറയും. എന്ന് പറഞ്ഞ് ഞാൻ ക്ഷമ എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷമിച്ചിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യം, അടുത്ത പ്രാവശ്യം ഇത് കണ്ടു ഞാൻ കാച്ചു. തിതിക്ഷ അങ്ങനെയല്ല. സഹനം സർവദുഃഖാനം അപ്രതികാരപൂർവകം ചിന്താവിലാപരഹിതം. ക്ഷമിക്കണം. പ്രതികാര ബുദ്ധിയേ ഇല്ലാതെ, ചിന്തിക്കാതെ, വിലപിക്കാതെ, അതിനപ്പം തന്നെ മറന്ന് കളഞ്ഞിട്ട് ക്ഷമിക്കുക. അതാണ് തിതിക്ഷ എന്ന് പറയുന്നത്. വളരെ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത്. എന്തൊക്കെ നമ്മൾ വായ പൂട്ടിയിരിക്കുകയായിരിക്കും, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ടാണ് ഇത് ഞാൻ വെറുതെ വിടില്ല, ഇത് ഞാൻ വെറുതെ വിടില്ല, ഇത് ഞാൻ വെറുതെ വിടില്ല എന്ന് തോന്നുകയുള്ളൂ. അത് തോന്നാത്ത രീതിയിൽ പോകണം കേട്ടോ മഹാരാജാവേ. ഇതിനുള്ള ശിക്ഷണം നിങ്ങളുടെ പ്രജകൾക്ക് കൊടുക്കണം. ഏത് പ്രളയം കഴിഞ്ഞ് രണ്ടാമത് സൃഷ്ടി ഉണ്ടാവുമ്പോൾ ഈ മനു തന്നെ ആയിരിക്കും മഹാരാജാവ്. അപ്പം നിങ്ങളത് ചെയ്യണം. ഒന്നാമത്തെ കഥ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കഥ പറയട്ടെ. രണ്ടാമത്തെ കഥ ഇന്നലെ രുക്മിണിയും കൃഷ്ണനും കൂടിയുള്ള ഒരു പ്രണയകലഹം ഉണ്ടായില്ലേ? അതുപോലത്തെ ഒരു കലഹം ശിവനും പാർവതിയും കൂടി ഉണ്ടായി. ഈ ശിവനും പാർവതിക്കും ശിവൻ്റെ കഥകൾക്കും കൂടുതൽ പ്രാധാന്യം മത്സ്യപുരാണത്തിലുണ്ട്. അപ്പോൾ ശിവൻ പാർവതിയെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ദക്ഷയാഗം ഇവിടെ കേട്ടുമല്ലോ നിങ്ങൾ. ആ ദക്ഷയാഗം കഴിഞ്ഞ ദാക്ഷായണി ദഹിച്ചു പോയി. അപ്പോൾ പരമശിവൻ ദക്ഷിണാമൂർത്തിയായിട്ട് പാർലിക്കാട് നമ്മുടെ അവിടെ ദക്ഷിണാമൂർത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. പരമശിവൻ ദക്ഷിണാമൂർത്തിയായിട്ട് ഇങ്ങനെ മുദ്രയിലിരുന്നിട്ട്
മൗനം കൊണ്ട് ജ്ഞാനം പകർന്നു കൊടുത്തത് സനകാദികൾക്ക്. അതാണ് അവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ കാണാത്തവർക്കൊക്കെ ഒന്ന് സൗകര്യം പോലെ ഒന്ന് വന്ന് കണ്ടു തൊഴുതിട്ട് പോകാം കേട്ടോ. ദക്ഷിണാമൂർത്തിയുടെ അമ്പലം തെക്കോട്ട് തിരിഞ്ഞിരുന്നു ആര്യാളിൻ്റെ ചോട്ടിൽ. ആ ദക്ഷിണാമൂർത്തിയായിട്ട് ഇരുന്നിട്ട് അതിൽ നിന്ന് എണീറ്റ് അപ്പോഴേക്കും പാർവതീദേവി ഹിമവാന്റെ മേനാദേവിയുടെ മകൾ ഹൈമവതിയായിട്ട് ജനിച്ചു. അട്ടക്കറുമ്പി, കാക്കക്കറുമ്പി ഒരു പെൺകുട്ടി. ആര്? ഹൈമവതി. പാർവതി ജനിച്ചതാ. ഇങ്ങനെ കറുത്തൊരു പെണ്ണിനെ കാണില്ല, പക്ഷെ നല്ല ചന്തവും ഐശ്വര്യമൊക്കെ ഉണ്ട്. ആ പെൺകുട്ടി ഞാൻ ശിവനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ, മുജ്ജന്മത്തിലും അങ്ങനെ തന്നെയായിരുന്നു, ഈ ജന്മത്തിലും അങ്ങനെ തന്നെ, എത്ര ജന്മം എടുത്താലും പാർവതി പരമശിവനെ കല്യാണം കഴിക്കുള്ളൂ. അവൾ ഇരുന്ന് തപസ് തുടങ്ങി. എല്ലാവരും പറഞ്ഞു ഈ കാക്കക്കർമ്മിനെ വല്ലവരും വന്ന് കല്യാണം കഴിക്കുമോ, ശിവൻ വരണോ അത്രേ. അപ്പം അതിലെ നാരദർ വന്നു. നാരദർ എല്ലാ ദിക്കിലും വരും കേട്ടോ. നാരദർ വന്നിട്ട് പറഞ്ഞു, അതെ നോക്കൂ, നല്ലോണം പ്രാർത്ഥിച്ചോളൂ, ശിവൻ തന്നെ വന്ന് കല്യാണം കഴിക്കും കേട്ടോ. അപ്പോൾ അവൾക്ക് സന്തോഷമായി. പറഞ്ഞോണ്ട് തന്നെ ശിവൻ തന്നെ വന്ന് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് കൊണ്ടുവന്നു. പിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ ശിവൻ എത്ര ജന്മം ശിവനുണ്ടായോ, എത്ര ജന്മം പാർവതിക്കുണ്ടായോ, വാമത്രത്തുട തന്മേലഴകൂടു പാർവതിയെ കുടിവച്ചവനേ ജയ എന്ന് നമ്മൾ ശിവനെ പറ്റി പാടാറുണ്ട്. എപ്പോൾ വിവാഹം കഴിച്ചാലും ശരി, ആ വിവാഹം കഴിച്ച അന്ന് മുതൽ അവസാനം വരയ്ക്കും വാമതൃത്തുടയിൽ വെച്ചിട്ടാണ് പുന്നാരിക്കുക ഭാര്യയെ. അല്ലാണ്ട് ഇതൊന്നുമല്ല, ഏത് നേരം ഇങ്ങനെ മടിയിൽ വെച്ചോണ്ടായിരിക്കുക. അങ്ങനെ ശിവൻ്റെ മടിയിൽ ഇരിക്കുമ്പോൾ പാർവതീദേവി എന്ത് ചെയ്തു? ഹൈമവതിയാണല്ലോ ഇപ്പം ഹിമവാന്റെ മകളല്ലേ. ഹൈമവതി ശിവൻ്റെ മാറിലേക്ക് ഇങ്ങനെ ചാഞ്ഞ്, അതൊരു സുഖമല്ലേ, ആ സുഖം അനുഭവിക്കാൻ ഭർത്താവിൻ്റെ മടിയിൽ ഇരുന്നുകൊണ്ട് മാറത്തേക്ക് ചാഞ്ഞ് ഇരിക്കുമ്പോൾ എന്ത് പറഞ്ഞു ശിവൻ? അതേ, കുറച്ചങ്ങോട്ട് മാറിയിരിക്കുക, നിൻ്റെ കറുപ്പ് എൻ്റെ മേത്തേക്കാവും, നിൻ്റെ ഈ കറുപ്പ് നിറം എൻ്റെ മേത്തേക്കാവുന്നേ, ടാറൊക്കെ മേത്താവുന്നത് പോലെ ആവുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് നർമ്മരസത്തോടു കൂടി തമാശയ്ക്ക് പറഞ്ഞതാട്ടോ. നമ്മൾ മനുഷ്യന്മാരായ തമാശയൊക്കെ ചിലപ്പോൾ പറയില്ലേ, അപ്പം പിന്നെ ഭാര്യയോടല്ലാതെ ആരോടാ തമാശ പറയുക. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഹൈമവതിക്ക് പറ്റിയില്ല, മുഖറ് വീർത്തു, ദേഷ്യം വന്നു, സങ്കടം വന്നു. അതെ, ഇതിൻ്റെ സംഗതി എന്താണെന്ന് എനിക്കറിയാം കേട്ടോ. എന്നെ ഇങ്ങനെ കറുമ്പി എന്ന് പറഞ്ഞത്, ഞാൻ കറുമ്പി എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചതാണ്. എന്നാലും എന്നെ ഇപ്പം കറുമ്പി എന്ന് പറയാൻ കാരണം എന്നോടുള്ള എന്നെ വില കുറവായിട്ട് കണ്ടിട്ടല്ലേ. എനിക്ക് വില കുറവുണ്ടായത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരിക്കലും ഒരു പെൺകുട്ടി ഞാൻ ഇന്നവനെയേ കല്യാണം കഴിക്കുള്ളൂ എന്ന് വാശി പിടിക്കരുത്. ഞാൻ ആ ചേട്ടനെ കഴിക്കുള്ളൂ, ഈ ചേട്ടനെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ കല്യാണം നടക്കുമായിരിക്കും. കല്യാണം കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് വരണത്. അപ്പോൾ വരുമ്പോൾ നീ എന്നെ പിന്നാലെ നടന്നിട്ടല്ലേ എന്ന് ചോദിക്കാനിടയാവും. ഭർത്താവ് തന്നെ ചോദിച്ചാൽ പിന്നെ അമ്മായിയമ്മ ബാക്കി വയ്ക്കില്ല, നാത്തൂൻ ബാക്കി വയ്ക്കില്ല, എല്ലാവരും കൂടി കുത്തി തുടങ്ങും. അതുകൊണ്ട് ഒരു പെൺകുട്ടി ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. ഞാൻ അറിയാണ്ട് ചെയ്തു പോയി. എന്ത്? പരമശിവനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു. അതാണ് കാരണം. ഞാനിവിടെ നിൽക്കില്ല, ഡൈവോഴ്സ്, ഞാൻ പോവുക. വിവാഹം കഴിച്ച് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ, പോവുക എന്ന് പറഞ്ഞു. ഒരു പോക്കാ പോയി. അപ്പം പറഞ്ഞു, ഹൈമവതി നോക്കൂ, നീ പോവില്ല, ഞാൻ തമാശയ്ക്ക് പറഞ്ഞല്ലേ, നീ കറുമ്പി ആയാലെന്താ, എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ നിന്നെ ഞാൻ മടിയിൽ വെക്കണത്, നീ എന്താ അത് മനസ്സിലാക്കാത്തത്? എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പോവുകയാണ്. പോയി കാവലം നിൽക്കുന്ന ആളോട് പറഞ്ഞിട്ട് പോയി, ഞാൻ കുറച്ച് നാളത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല, വല്ല പെണ്ണുങ്ങളും വന്നാൽ കയറ്റരുത് കേട്ടോ. കുറച്ച് ദൂരം പോയപ്പോൾ അമ്മയുടെ കൂട്ടുകാരത്തിയെ കണ്ടു. അതെ, എന്നെ പരമശിവൻ ഇങ്ങനെ കളിയാക്കി, ഞാൻ കറമ്പിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെളുത്തത് സ്വർണ്ണ നിറാവാൻ പോവുകയാണ്. ആരെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് പെണ്ണുങ്ങൾ കയറിയാൽ ഒന്ന് സൂക്ഷിച്ചോളണം കേട്ടോ. 2 പേരെ ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് ഹിമവാന്റെ അവിടെ പോയിട്ട്, അച്ഛൻ്റെ നാടാണല്ലോ, ഹിമവാന്റെ അവിടെ പോയിട്ട് തപസ്സിരുന്നു. തപസ് ചെയ്തപ്പോൾ കുറേ നാൾ തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാൾ ആരാ, നമ്മുടെ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. എന്താ മോളെ ഇങ്ങനെ, കല്യാണം കഴിഞ്ഞിട്ട് 4 ദിവസമായിട്ടില്ല, ഇവരൊക്കെ കല്യാണത്തിന് കൂടിയവരാണേ, ബ്രഹ്മാവ് വിഷ്ണു ഒക്കെ, എന്താ ഇങ്ങനെ? അതോ എന്നെ പരമശിവൻ കളിയാക്കി, ഞാൻ കറുമ്പിയാന്ന് പറഞ്ഞു, എനിക്ക് സ്വർണ്ണ നിറാവണം. അതിനാണോ ബുദ്ധിമുട്ട്? ഇപ്പം തന്നെ സ്വർണ്ണ നിറമായിക്കോന്ന് പറഞ്ഞു. സ്വർണ്ണ നിറമായി. ഇനി എന്താ വേണ്ടത് നിനക്ക്? ഇനി എൻ്റെ ഭർത്താവിൻ്റെ കഴുത്തിലേ കാളകൂടം കുടിച്ചിട്ട് കറുത്ത നിറം ഉണ്ടല്ലോ, ആ നിറം പോയി കിട്ടണം. നോക്ക് സ്നേഹം, ഞാൻ വെളുമ്പിയായി കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് എടാ കറുമ്പാന്ന് വിളിക്കുകയല്ല ചെയ്തത്, ഭർത്താവിൻ്റെ നിറവും കൂടി, ആ കഴുത്തിലത്തെ നിറവും കൂടി
കൂടി മാറണമെന്ന് പറഞ്ഞു എന്ന്. ശരി, ആയിക്കോട്ടെ. രണ്ടും കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടോ ന്യൂസ് കേട്ടു, ഏതോ ഒരു പെണ്ണ് അവിടെ വന്നു എന്ന്. പെണ്ണ് വന്നു എന്നേ കേട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും കേട്ടില്ല. അപ്പോൾ ഇവൾക്ക് ദേഷ്യം വന്നു. അപ്പോൾ ആ കാവൽക്കാരൻ നിസ്സാരനല്ലല്ലോ, അവനെ ശപിച്ചു, നീ കല്ലായിട്ട് പോ, കുറേ നാളത്തേക്ക് ഭൂമിയിൽ കിടക്കട്ടെ എന്നും പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ അവൻ തടഞ്ഞു, ഹൈമവതിയെ തടഞ്ഞു. ഹൈമവതിയമ്മ പറഞ്ഞിട്ടുണ്ട് ഹൈമവതിയമ്മ അല്ലാതെ വേറെ ആരെയും കയറ്റാൻ പാടില്ല എന്ന്. അപ്പോൾ ഇവിടെ നോക്കൂ, ഞാൻ ഹൈമവതി തന്നെയാണ്, നിറം മാറിയെന്നേ ഉള്ളൂ, നല്ലോണം നോക്കാൻ പറഞ്ഞു. അപ്പം നിറം മാറി, ശരിയാണ്. അപ്പോൾ ഇവൻ ആര് വന്നാലും പെണ്ണുങ്ങളെ കയറ്റണില്ലല്ലോ, പിന്നെ കയറ്റിയെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതൊരസുരനാത്രയം. അത് ഉള്ളിൽ പോയപ്പോൾ ശിവനാ പറഞ്ഞു കൊടുത്തത്. ഒരസുരൻ ഒരു പാമ്പിൻ്റെ വേഷത്തിൽ ഉള്ളിൽ കയറി ഹൈമവതിയെ പോലെ വന്നിട്ടേ, എനിക്ക് സങ്കടം വന്നിട്ട് ഞാനങ്ങനെ പറഞ്ഞതാണ് കേട്ടോ, സോറി, ഞാനൊന്നും ഇതിന് തപസ് ചെയ്യാനൊന്നും പോണില്ല എന്നും പറഞ്ഞ് കാക്കക്കറുമ്പി ആയിട്ട് ചെന്നു അത്രേ ഇയാൾ. അപ്പം ശിവൻ നോക്കി, ഹൈമവതി അങ്ങനെയുള്ളവളല്ലല്ലോ, ഒന്ന് പറഞ്ഞാൽ അവൾ അതിൽ തന്നെ പിടിച്ചു പോകും, പെട്ടെന്നൊന്നും ഇളകുമൊന്നുമില്ല. ഇത് ഹൈമവതി തന്നെയാണോ എന്ന് നോക്കി, അല്ലാന്ന് മനസ്സിലായി, തൃക്കണ്ണു തുറന്നു ദഹിപ്പിച്ചു വിട്ടു. ഇത് ഈ കാവൽക്കാരൻ അറിഞ്ഞതേ ഇല്ല. അതാണ് കാര്യം. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് ഹൈമവതി. അപ്പോൾ ഹൈമവതി വന്നപ്പോൾ സ്വർണ്ണവർണ്ണത്തിൽ വന്നിട്ടുണ്ട്. ഏത് കാക്കക്കറുമ്പിയെ ഏത് മടിയിൽ ഇരുത്തിയോ അതേ ആ സ്ത്രീ തന്നെ സ്വർണ്ണ നിറത്തിൽ വന്നപ്പോൾ അതേ മടിയിലിരുത്തി. ആദ്യം എങ്ങനെ പുന്നാരിച്ചോ അതേപോലെ പുന്നാരിച്ചല്ലാതെ നീ പോയില്ലോ, ഒരു പോക്ക് പോവായിരുന്നില്ലേ, എനിക്ക് വേറെ പെണ്ണുണ്ട്, നീ വേണ്ട, അല്ലെങ്കിൽ ലഹള കൂട്ട് ഒന്നും ചെയ്തില്ല അത്രേ. ഇങ്ങനെ വേണം നവദമ്പതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംശയദൃഷ്ടിയാ നോക്കാതെ ഈ രീതിയിൽ വേണം പെരുമാറാനായിട്ട്. മഹാരാജാവെ മനസ്സിലായോ? ഈ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഡൈവോഴ്സിൻ്റെയൊക്കെ സംഗതി ഒന്നുമില്ലാത്തതിനാണ്. അത് പരസ്പരം ക്ഷമയോടും സ്നേഹത്തോടും കൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പം നിങ്ങളുടെ പ്രജകളെ ക്ഷമയും സ്നേഹവും പഠിപ്പിച്ചു കൊടുക്കണം, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ഇത് രണ്ടാമത്തെ കഥ. ഇനി മൂന്നാമത്തെ കഥയുണ്ടല്ലോ. മൂന്നാമത്തെ കഥ, ഒരു ബ്രഹ്മചാരി എങ്ങനെ ഇരിക്കണം, ഒരു ബ്രഹ്മചാരി പഠിക്കുന്ന ഒരു കുട്ടി എങ്ങനെ ഇരിക്കണം, അവൻ എങ്ങനെ ആയാൽ അവൻ ലോകത്തിലേക്കും തന്നെ ഏറ്റവും ഉത്തമനായി തീരും. കച ദേവയാനി, കചൻ്റെയും ദേവയാനിയുടെയും കഥ. ആ കഥ എങ്ങനെയാണ് തുടങ്ങണേ വെച്ചാൽ, ഈ ദേവന്മാരും അസുരന്മാരും കൂടി യുദ്ധം എപ്പോഴും ഉണ്ട് കേട്ടോ. ദേവന്മാരും അസുരന്മാരും കൂടി യുദ്ധം നമ്മൾ തമ്മിൽ ഇങ്ങനെ നടക്കുന്നത് പോലെ എപ്പോഴും തന്നെ ബഹളമുണ്ട്. ചിലപ്പോൾ ദേവന്മാരുടെ സൈഡിലായിരിക്കും സത്യവും ന്യായവും ധർമ്മവും. യഥോ ധർമ്മസ്തതോ ജയാന്ന് പറയണില്ലേ, എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയിക്കും. എപ്പോഴും ഒന്നും ദേവന്മാർ ജയിക്കില്ല, ചിലപ്പോൾ ദേവന്മാർ തോൽക്കും. എപ്പോഴും ഒന്നും അസുരന്മാർ തോൽക്കില്ല, ചിലപ്പോൾ അവരും ജയിക്കും. ഒരു യുദ്ധത്തിൽ ദേവന്മാരും അസുരന്മാരും കൂടി യുദ്ധം ചെയ്തതിൽ അസുരന്മാരാണ് ദേവന്മാരെക്കാളും ധാർമ്മികമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നവർ. അപ്പോൾ ആ സമയത്ത് അസുരന്മാർ ജയിച്ചു. അസുരന്മാരുടെ ഗുരുവായിരുന്നു ആര്? ശുക്രാചാര്യർ. ദേവന്മാരുടെ ഗുരു ബൃഹസ്പതി. അപ്പോൾ ഈ അസുരന്മാർ ജയിക്കാൻ കാരണം ഈ ശുക്രാചാര്യരുണ്ടല്ലോ, ഈ ശുക്രാചാര്യർക്ക് ഒരു മന്ത്രം അറിയാം. ഏത്? മരിച്ചുപോയവരെ പുനരുജ്ജീവിപ്പിക്കാനുള്ള മന്ത്രം. അത് അന്നത്തെ ആ കാലഘട്ടത്തിൽ അങ്ങോർക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. അപ്പോൾ ദേവന്മാർ അസുരന്മാരെ കൊന്നിട്ട് കഴിഞ്ഞാൽ അസുരന്മാരെ ഇങ്ങനെ ഈ ആചാര്യൻ ഇങ്ങനെ ജീവിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ദേവന്മാരെ ഇവർ കൊന്ന ദേവന്മാർക്ക് ആ മന്ത്രം അറിയാനും പാടില്ല. അപ്പോൾ ദേവന്മാർ കുറഞ്ഞു വന്ന് അവസാനം അസുരന്മാർ ജയിച്ചു. അങ്ങനെ വന്നപ്പോൾ ഈ മന്ത്രം ഈ മരിച്ചുപോയവരെ പുനരുജ്ജീവിപ്പിക്കാനുള്ള മന്ത്രം ശുക്രാചാര്യരുടെ കയ്യിൽ നിന്ന് പഠിക്കണം. ദേവന്മാരിൽ ഒരാൾ പോയി പഠിക്കണം. ആര് പോവും? ബൃഹസ്പതിക്ക് അറിഞ്ഞൂടാ. ബൃഹസ്പതിയുടെ മകൻ മിടുമിടുക്കൻ കജൻ എന്നാണ് പേര്. മിടുമിടുക്കൻ, അതിസുന്ദരൻ, നല്ല ബുദ്ധിമാൻ, നല്ല വിനയം, നല്ല സംസ്കാരം എല്ലാം ഉള്ളവളായിരുന്നു ഈ കജൻ. കജ, നീ പോയിട്ട് അത് പഠിച്ചുകൊണ്ട് വന്നാലേ രക്ഷയുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അസുരന്മാരെ കൊണ്ട് നമുക്ക് നിവൃത്തി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ശരി, പോകാമെന്ന് പറഞ്ഞു പോയി. കച്ചൻ പോയി ശുക്രാചാര്യരുടെ അടുക്ക് നേരെ പോയി കാക്കൽ വീണ് നമസ്കരിച്ചു. ആചാര്യരെ, ഞാൻ ബൃഹസ്പതിയുടെ മകനാണ്, കച്ചൻ എന്നാണ് പേര്. എനിക്ക് അങ്ങക്കറിയാവുന്ന എല്ലാ വിദ്യകളും പഠിപ്പിച്ചു തരണം. പകരം 1000 വർഷം ഞാൻ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങക്ക് സേവനം ചെയ്യാം. ആ കജൻ്റെ മുഖത്തേക്ക് നോക്കി കജനെയും കണ്ട് കജൻ്റെ വർത്തമാനവും കേട്ടപ്പോൾ ശുക്രാചാര്യർക്ക് തോന്നി ഇവനെ ശിഷ്യനായിട്ട് സ്വീകരിക്കാമെന്ന്.
അതിന് വേറെ ഒരു കാരണം കൂടിയുണ്ട്. ശുക്രാചാര്യർക്കൊരു പുന്നാര മോളുണ്ട്, ദേവയാനി. ആ ദേവയാനിയെ ശുക്രാചാര്യർ വളർത്തിയ വിധം അച്ഛന്മാർ കേട്ടോളൂ കേട്ടോ. പെമ്മക്കളെയായാലും അമ്മക്കളെയായാലും അമ്മമാരും കേട്ടോളൂ. അധികം പുന്നാരിച്ച്, അധികം പാമ്പർ ചെയ്ത്, അധികം താലോലിച്ച് വളർത്തിയാൽ അവർ വഷളാവും. ഈ പെൺകുട്ടി ഉണ്ടല്ലോ, ഈ ദേവയാനിക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാലും ശുക്രാചാര്യർ മേടിച്ചു കൊടുക്കും. കുട്ടിക്കാലത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളേ വേണ്ടൂ. മുതിർന്ന് വരുമ്പോഴോ അവരുടെ ആവശ്യങ്ങൾ കൂടി വരും, നമുക്കത് കൊടുക്കാൻ പറ്റാണ്ട് വരും. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ദേഷ്യമാവും, ലഹള കൂട്ടും, പിന്നെ സ്വസ്ഥത ഉണ്ടാവില്ല. ആ രീതിയിലേക്കുള്ള ഒരു വളർച്ചയാണ് ഈ ദേവയാനി. സുന്ദരിയാണ്, നല്ല കുട്ടിയാണ്, യൗവനയുക്തിയാണ്, വിവാഹപ്രായം എത്തിയവളാണ്. അവളൊരു പുരുഷനെ കണ്ടാൽ അവനെ മോഹിച്ചതിൽ ഒരു തെറ്റും പറയാനില്ല, അത് പ്രകൃതിയാ ഉള്ളതാണ്. അപ്പോൾ ഈ കജനെ കണ്ടപ്പോൾ ദേവയാനിക്ക് വളരെയധികം ഇഷ്ടം തോന്നി. എന്നാൽ ശരി അച്ഛാ, ഇത് ദേവന്മാരുടെ ആളാണെന്ന് വിചാരിച്ചു, വേണ്ട വെക്കണ്ട കേട്ടോ, കജനെ ശിഷ്യനാക്കിക്കോളോ. കജൻ നല്ല ബുദ്ധിമാനാണ്. കജൻ മനസ്സിലാക്കി ഈ ദേവയാനി പറയണത് പോലെ തന്നെ ശുക്രാചാര്യർ കേൾക്കുള്ളൂ. അപ്പം ദേവയാനിയെ മുഷ്പിക്കരുത്. അതേസമയത്ത് 1000 വർഷം ബ്രഹ്മചര്യം ഞാൻ സൂക്ഷിക്കുന്നു സത്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കജൻ്റെ മനസ്സിലെന്താ ഉദ്ദേശം? എനിക്ക് ആ മരിച്ചു പോയവരെ പുനരുജ്ജീവിപ്പിക്കാനുള്ള മന്ത്രം പഠിക്കണം. ആ ഒരൊറ്റ ചിന്തയല്ലാതെ ദേവയാനിയെ കണ്ടപ്പോഴേക്കും ഇളകിയൊന്നുമില്ല. ദേവയാനിയുടെ വർത്തമാനം കേട്ടിട്ടും ഇളകിയില്ല, 10 ദിവസം കൂടെ പാർത്തിട്ടും ഇളകിയില്ല, ഒന്നും ചെയ്തില്ല, ഇളകാണ്ട് നിന്നു. അങ്ങനെ നിൽക്കണം ഒരു ബ്രഹ്മചാരിയാണെങ്കിൽ. ഏക ചിന്ത നമ്മളിൽ പഠിക്കണം, ജയിക്കണം എന്നുള്ളതായിരിക്കണം. അല്ലാതെ നിറയെ കുട്ടികളുണ്ടാവും, കോളേജിലൊക്കെ പഠിക്കുന്ന പ്രായം വരുമ്പോൾ നമ്മൾ കുറച്ചൊരു യുവത്വത്തിലേക്ക് പോണ പ്രായമല്ലേ, ആരായാലും വഴുതി പോകും. അപ്പം ഇത് ഓർമ്മിക്കണം, ഞാൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടി? പഠിക്കാൻ വേണ്ടിയാണ്. ആ പഠിത്തം, അതിൽ നിന്നും ജയവും കഴിഞ്ഞ് എന്തിനു വേണ്ടി പഠിക്കണു? നമുക്കൊരു വയറ്റുപഴുപ്പ് ഉണ്ടാവട്ടെ, അതായി കഴിഞ്ഞാലാകാമല്ലോ, സമയമുണ്ടല്ലോ നമുക്ക് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം. അതാണ് വേണ്ടത്. ഇവൻ എന്ത് ചെയ്തു? കജൻ അത് നല്ലോണം ഓർമ്മയുണ്ട്. ദേവയാനിക്ക് ആ ചിന്തയേ ഇല്ല. അസുരന്മാർ കൂട്ടുകാരുണ്ടല്ലോ, കൂട്ടം അവര് കജനല്ല. ഇപ്പോൾ ശുക്രാചാര്യർക്ക് നമ്മളെക്കാളൊക്കെ കൂടുതൽ ഇഷ്ടം കജനോടാ. പോരാത്തിന് ദേവയാനിക്കും കൂടി താല്പര്യമുണ്ടല്ലോ. ഇനി കജന് മരിച്ചുപോയവരെ പുനരുജ്ജീവിപ്പിക്കാനുള്ള മന്ത്രം പറഞ്ഞു കൊടുക്കും. അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം, അവനെ കാച്ചിക്കളയാം, അവനെ കൊന്നുകളയാം. അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ. നമ്മൾ പറയുന്നുണ്ട്, എല്ലാ മേടയിലും എല്ലാവരും പറയുന്നുണ്ട്, ഷഡ്വൈരികൾ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അത് കഴിഞ്ഞാൽ ദമ്പം, ദർപ്പം, പിന്നെ അത് ഇത് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരെണ്ണം ആൾക്കാർ പറയാൻ വിട്ടുപോകുന്നുണ്ട്, പാരവെപ്പ്. അത് പറയണില്ല. അതിന് ഈ പറഞ്ഞ സംസ്കൃത പദങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ അർത്ഥം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഭാഷ പാരവെപ്പ്, അതായത് നല്ല നൈസായിട്ട് നല്ല രീതിയിൽ കൂടി സംശയം തോന്നാത്ത രീതിയിൽ കാച്ചിക്കളയുക. അതാണ് ഈ നമ്മുടെ അസുര പയ്യന്മാരുണ്ടല്ലോ, അസുരാചാര്യനല്ലേ, ശുക്രാചാര്യരുടെ ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാവരും കൂടി കജനെ കാച്ചിക്കളയാൻ തീരുമാനിച്ചു. ഒരു ദിവസം അപ്പോഴേക്കും ദേവയാനി പറയും, കജ വരൂ, നമുക്ക് വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളക്കൊളുത്തിച്ച് നാമം ചൊല്ലാം, വരൂ നമുക്ക് ദേവയാനി വിളിക്കണേ എന്തിനാ? ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാനൊന്നുമല്ല, കജൻ്റെ അടുത്തിരിക്കാനേ. കജൻ അങ്ങനെയല്ല, ശരിക്കും പ്രാർത്ഥിക്കും. കജ, നിനക്ക് ഭജന അറിയാമോ? ഓ അറിയാലോ, ഒരു ഭജന പാടൂ കജനെ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഇത് പറയുമ്പോഴേക്കും ബാലമുകുന്ദൻ മനസ്സിൽ വന്നു കഴിഞ്ഞു. എല്ലാവരും കേൾക്കണവരുടെ മനസ്സിലും കൂടി ബാലമുകുന്ദൻ വരും. ആ രീതിയിൽ അത്ര ഭംഗിയായിട്ട്, ഇതുപോലൊന്നും അല്ല കേട്ടോ, ഭംഗിയായിട്ട് പാടും. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ, ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ, ജയ ജയ ഗോപാല ഹരേ.
എന്തിനാ ഞാനിത് ചൊല്ലിയെന്നറിയാമോ? നമ്മളിവിടെ ഭഗവാന്മാരുടെ കഥ പറയണ ദിക്കിൽ കജൻ്റെയും ദേവയാനിയുടെ കഥ പറഞ്ഞുകൊണ്ടേ പോയാൽ ഭഗവാനെ മറന്നു പോകരുത്, അതിനു വേണ്ടി പറഞ്ഞതാ. ദേവയാനി എന്ത് ചെയ്തു? കജനെ, നിനക്ക് ആടാൻ അറിയാമോ? ഡാൻസ് കളിക്കാൻ അറിയാമോ? ഓ അറിയാലോ, എനിക്ക് നൃത്തം അറിയാം, ഒരു ഡാൻസ് കളിക്കൂ. കജൻ ആടി. അതെനിക്ക് പറ്റില്ല കേട്ടോ, ഈ മുട്ടത്തലയും വെച്ചോണ്ട് ഈ കാലും വെച്ചോണ്ട് ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ എനിക്ക് കജൻ എങ്ങനെയാണ് ആടിയെന്ന്, കജൻ എങ്ങനെയാണ് പാടിയെന്ന് വേണമെങ്കിൽ പറയാം. കജൻ എങ്ങനെയാണ് ആടിയെന്ന് ഭംഗിയായിട്ട് ഡാൻസ് കളിക്കും, ഇതൊക്കെ ചെയ്യും. അടുത്തേക്ക് പോവില്ല, തൊടാൻ പോവില്ല, കാരണം ബ്രഹ്മചര്യം അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയായിരിക്കണത്. കാച്ചാന്ന് തീരുമാനിച്ചില്ലേ? ഒരു ദിവസം എല്ലാവരും കൂടി കജൻ എങ്ങാണ്ട് പശുക്കളെ മേച്ചോണ്ട് പോയപ്പോൾ കജനെ കൊന്നിട്ട് നായ്ക്കൾക്കും നരികൾക്കൊക്കെ ഇട്ട് കൊടുത്തു, തീറ്റയും കഴിച്ചു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും കജനെ കാണാനില്ല. ദേവയാനി ബഹളം വെച്ച് തുടങ്ങി, അച്ഛാ കജനെ കാണാനില്ല, കജനെ കാണാനില്ല, എന്താ ഉണ്ടായേ ഏതാ ഉണ്ടായേ എന്നൊക്കെ ഇങ്ങനെ. അപ്പോൾ എന്ത് ചെയ്തു? ശുക്രാചാര്യർ പോയപ്പോൾ ഒരു ദിക്കിൽ ചോര ഒക്കെ കാണാനുണ്ട്, കൊന്നതൊക്കെ കാണാനുണ്ട്, ചില അംശങ്ങളൊക്കെ കാണാനുണ്ട്. കജാന്ന് വിളിച്ചു, ആ മന്ത്രം ജപിച്ചുകൊണ്ട് വിളിച്ചപ്പോൾ കുറേ നായ്ക്കളും നരികളും വന്നു. അവയുടെ വായിൽ നിന്നും വയറ്റിൽ നിന്നൊക്കെ ആയിട്ട് കുറേ അംശങ്ങളൊക്കെ വന്നു. അതൊക്കെ കൂടി ചേർന്നു കജനായി വന്നു, നമസ്കരിച്ചു. എന്താ ഉണ്ടായേ കൂട്ടാ? അത് നമ്മുടെ കൂട്ടുകാരന്മാരെല്ലാവരും കൂടി എന്നെ കൊന്നു, പാര് വെച്ചു എന്നല്ല പറഞ്ഞ് കൊന്നു, എന്നെ കൊന്നിട്ട്. അപ്പോൾ ശുക്രാചാര്യർക്ക് മനസ്സിലായി, കജനോടുള്ള ആ ആചാര്യൻ്റെ ഒരു സ്നേഹം മനസ്സിലാക്കി അവർ, കജനെ കൂടുതൽ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കാച്ചിയതാ. വരൂ പോകാം. ദേവയാനിക്ക് സന്തോഷമായി. അച്ഛൻ വിളിച്ചു, ദേവയാനി മോളെ, ഞാനൊരു കാര്യം പറയാം, ഈ കജനെ നീ പ്രേമിക്കല്ലേ, കാരണം ഇവനെ എന്നായാലും അസുരന്മാർ കൊല്ലും, അതുകൊണ്ട് നീ അവനുള്ള മോഹം വിടൂ. അവൻ അതിന് വന്നവനല്ലല്ലോ, അവൻ ഇവിടെ പഠിക്കാൻ വന്നതല്ലേ. അതൊന്നും പറഞ്ഞാൽ ദേവയാനിയുടെ മണ്ടയിൽ കയറുമോ? കയറില്ല, മണ്ടയിൽ കയറിയില്ല. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അസുരന്മാരെന്ത് ചെയ്തു? വേറെ ഒരു സൂത്രം പ്രയോഗിച്ചു. പിന്നെ ഒരു ദിവസം കജനെ അവർ കൊന്നിട്ട് ചുട്ട് ചാമ്പലാക്കിയിട്ട് കുറച്ച് ചാരായം കൊണ്ടുവന്ന് കുറച്ച് ചാരായം മാറ്റി വെച്ചു. ബാക്കിയുള്ള ചാരായത്തിൽ ഈ വെണ്ണൂറ് കലക്കിയിട്ട് ആദ്യം നല്ല ചാരായം കുടിപ്പിച്ചു. ശുക്രാചാര്യരുടെ ചാരായം എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. കുടിച്ചു കഴിഞ്ഞ് കിറുങ്ങിയപ്പോൾ ഉണ്ടല്ലോ മറ്റേ ചാരായം കൊടുത്തു. ഏത്? ഈ വെണ്ണൂറ് കലക്കിയ ചാരായം കൊടുത്തു. അപ്പോൾ കജൻ ശുക്രാചാര്യരുടെ വയറ്റിലായി. ഇനി പുറത്തേക്ക് വരണ എങ്ങനെയാ കാണാം എന്ന് വിചാരിച്ചിട്ട് കജനെ കാണാനില്ല എന്നും പറഞ്ഞ് ദേവയാനി ബഹളം തുടങ്ങിയാൽ ശുക്രാചാര്യർക്ക് സഹിക്കില്ല. അപ്പം എന്ത് ചെയ്തു? കജനേന്ന് വിളിച്ചപ്പോൾ എന്തോന്ന് വയറ്റിൽ നിന്ന് വിളി കേൾക്കണു. ചേട്ടാ, നീ എങ്ങനെയാ എൻ്റെ വയറ്റിൽ പോയേ? അതോ ആചാര്യരെ അവരെ എന്നെ ചുട്ട് ചാമ്പലാക്കി ചാരായത്തിൽ കലക്കി തന്നിട്ടുണ്ട്, അങ്ങനെയാ. അപ്പോൾ ശുക്രാചാര്യർ പറഞ്ഞു, മോളെ ദേവയാനി, എൻ്റെ വയറ്റിലാണ് കിടക്കണേ കജൻ പുറത്തേക്ക് വന്നാൽ ഞാൻ വയറ് പൊട്ടിച്ചാവും. അല്ല, ഞാൻ ജീവനോടെ ഇരിക്കണമെങ്കിൽ കജൻ മൂത്രമായിട്ട് പോയിക്കോളും. ഏതാ വേണ്ടേ നിനക്ക്? ഞാൻ വേണോ കജൻ വേണോ? ദേവയാനി ഇപ്പോഴത്തെ പിള്ളേർ പറയണത് പോലെ കജൻ മതി എന്നല്ല പറഞ്ഞത്. എനിക്ക് കജനും വേണം, എനിക്ക് അച്ഛനും വേണം. എന്താ ചെയ്യുക? അതിൻ്റെ ഒരു സൂത്രം ഉണ്ടാച്ചാ, അച്ഛൻ കജന് മരിച്ചുപോയാൽ പുനരുജ്ജീവിപ്പിക്കണം, മന്ത്രം പഠിപ്പിച്ചു കൊടുക്കൂ. ആ മന്ത്രം പഠിക്കാനാണ് കക്ഷി വന്നേക്കുന്നത്, അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ കജൻ അച്ഛനെ ജീവിപ്പിക്കും. അപ്പോൾ എനിക്ക് അച്ഛനെയും കിട്ടും കജനെയും കിട്ടുമല്ലോ. ദേവയാനിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ശുക്രാചാര്യരുടെ വയറ് പൊട്ടിച്ച് കജൻ പുറത്തേക്ക് വന്നു. എന്നിട്ട് ആ മന്ത്രം പ്രയോഗിച്ച് ആചാര്യനെ രക്ഷപ്പെടുത്തി. ഇപ്പോൾ 500 വർഷമായി. ഇനി 500 വർഷം കൂടിയുണ്ട് പ്രൊബേഷൻ പീരീഡ്. ഞാൻ 1000 വർഷം ഇവിടെ ഇതായിട്ട് ഇരുന്നോളാന്നാണ് പറഞ്ഞേക്കട്ടെ ശിഷ്യനായിട്ട്. അപ്പോൾ ബാക്കിയുള്ള 500 വർഷം കൂടി ഞാൻ ഇരുന്നോളാം എന്ന് പറഞ്ഞ് 500 വർഷം കൂടി ശുക്രാചാര്യർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്ത് 1000 വർഷത്തെ ബ്രഹ്മചര്യമുണ്ട്. ദേവയാനിയുടെ അടുക്കൂല. 1000 വർഷം തികഞ്ഞു. അപ്പം ഞാൻ പോവുകയെന്ന് പറഞ്ഞപ്പോൾ ദേവയാനി സമ്മതിക്കില്ല. പോവരുതേ, എന്നെ കല്യാണം കഴിക്കണം, ഞാൻ അന്നേ തുടങ്ങി, ഞാൻ അങ്ങനെയാണ്, എൻ്റെ ആഗ്രഹമാണ് ഇതാണെന്നൊക്കെ. നടക്കില്ല മോളെ, നീ എൻ്റെ സഹോദരിയാണ്, ഗുരുവിൻ്റെ മകളാണ്. ഗുരുവും ശിഷ്യനും തമ്മിൽ അച്ഛനും മകനുമായിട്ടുള്ള ബന്ധമാണ് ഒന്ന്. രണ്ടാമത്തേത്, നിൻ്റെ അച്ഛൻ്റെ വയറ്റിൽ ഞാൻ കിടന്നതാ, എന്നിട്ട് വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നേക്കണത്. ഒരിക്കലും ഞാൻ നിന്നെ വിവാഹം കഴിക്കില്ല. അതിൽ ന്യായമുണ്ട്,
അപ്പോൾ ശുക്രാചാര്യർക്കൊന്നും മിണ്ടാൻ നിവർത്തിയില്ല. ഞാൻ പോവുകയാണ് ആചാര്യരെ, ഞാൻ വന്ന കാര്യം ഞാൻ നേടി, ഞാൻ ഈ മന്ത്രം പഠിക്കാൻ വന്നതാണ്, നേടിക്കഴിഞ്ഞു, എന്നെ അനുഗ്രഹിക്കണം. ശുക്രാചാര്യർ 2 കയ്യാലെ അനുഗ്രഹിച്ചു, പറഞ്ഞു വിട്ടു. ദേവയാനി മുഖർ വീർപ്പിച്ചു. ഈ മുഖർ എന്ന് ദേഷ്യപ്പെട്ട ദേവയാനി ഒരു ശാപം, നിനക്ക് നീ പഠിച്ച വിദ്യ മറന്നു ഉപയോഗപ്പെടാതെ പോകട്ടെ. കജൻ പറഞ്ഞു, ഇത് എനിക്ക് ഉപയോഗപ്പെടണ്ട, ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കും, അവർക്ക് ഉപയോഗപ്പെട്ടാൽ മതിയല്ലോ, പോരെ, എൻ്റെ കൂട്ടുകാർക്ക് ഉപയോഗപ്പെട്ടാൽ മതി, എനിക്കിതുകൊണ്ട് ഉപയോഗമൊന്നും വേണ്ട. അങ്ങോട്ടൊരു ശാപം കൊടുത്തു, നിന്നെ ഒരു ബ്രാഹ്മണൻ വന്ന് കല്യാണം കഴിക്കാണ്ട് പോകട്ടെ എന്ന്. നിൻ്റെ ഈ കാമഭ്രാന്തിന് ഒരു ബ്രാഹ്മണൻ വന്ന് കല്യാണം കഴിക്കാണ്ട് പോകട്ടെ. എന്താ, ഏത് പെൺകുട്ടിക്കാണെങ്കിലും ആർക്കാണെങ്കിലും ആ പ്രായത്തിൽ ഒരു ഇതൊക്കെ ഉണ്ടാവില്ലേ, അത് അടങ്ങിയിരിക്കണം. അടങ്ങിയിരിക്കുമ്പോഴേക്കും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. അങ്ങനെ വേണം, അല്ലാതെ ഇതുപോലെ പാടില്ല. എനിക്കും നിൻ്റെ ശാപം പേടിയില്ല എന്നും പറഞ്ഞിട്ടൊരു പോക്കാ പോയി. ബാക്കിയുള്ള ജീവിതം ഇനിയുള്ളത് ഞാൻ പറയണില്ല, പറഞ്ഞാൽ നേരം പോകും. അതുകൊണ്ട് എന്ത് ചെയ്തു, കജൻ പോയിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിച്ചു. ദേവയാനി കരഞ്ഞ് ജീവിച്ചു. അവിടെ ഒരാൾ വന്ന് വിവാഹം കഴിച്ച ഒരു ക്ഷത്രിയൻ, വിവാഹം കഴിച്ചാലും ആ ജീവിതവും സന്തോഷമായില്ല. ഇതിൽ നിന്ന് എന്താ, അങ്ങനെ അവൾ കരഞ്ഞോണ്ടും അവളുടെ കരച്ചിൽ കണ്ടോണ്ടും ശുക്രാചാര്യരും മൂങ്ങിക്കൊണ്ടും, കാരണം ശുക്രാചാര്യരാണല്ലോ കാരണം മോളെ എങ്ങനെയാക്കിയത്, കൊണ്ടും അവർക്ക് ജീവിക്കേണ്ടി വന്നു. കജൻ സന്തോഷമായിട്ട് ജീവിച്ചു. രാജാവേ കേൾക്കൂ, ഇങ്ങനെ വേണം ഒരു ബ്രഹ്മചാരി. ഇങ്ങനെയുള്ള ബ്രഹ്മചാരികൾ ഒരു 10 പേരുണ്ടെങ്കിൽ നമ്മുടെ നാട് എന്തായി, നന്നാവും. ഇതാണ് ആ കഥ. ഇനി അടുത്ത കഥ, 4 കഥ പറയാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പം ശിവപാർവതിമാരുടെ പറഞ്ഞു, ഉറുമ്പിൻ്റെ കഥ പറഞ്ഞു, ഇവൻ്റെ കഥ പറഞ്ഞു അല്ലേ, കജദേവേൻ്റെ കഥ പറഞ്ഞു. ഇനി ഒരെണ്ണമുള്ള കഥ ഏതാ വെച്ചിട്ടാ, സത്യവാൻ സാവിത്രിയുടെ കഥ. പാതിവ്രത്യ മാഹാത്മ്യം. അശ്വപതി രാജാവ് എന്ന പേര് തോന്നുന്നു കേട്ടോ, പേര് ചിലപ്പോൾ മാറുകയെ എന്ന് ക്ഷമിച്ചേക്കണം. അദ്ദേഹത്തിന് ഒരു കുട്ടികളെ ഉണ്ടായില്ല. പ്രാർത്ഥിച്ച് സാവിത്രി ദേവിയെ പ്രാർത്ഥിച്ച് ഒരു പെൺകുട്ടിയെ ഉണ്ടായി, അതിസുന്ദരിയായ പെൺകുട്ടി. അവൾക്ക് സാവിത്രി എന്ന് തന്നെ പേരിട്ടു. അവർ നല്ല സ്വഭാവം, നല്ല പ്രകൃതം, നല്ല രാജകുടുംബത്തിൽ. അങ്ങനെ സാവിത്രി ജനിച്ചു. അവൾ വളർന്ന് വലുതായി യൗവനത്തിലേക്ക് കാലൂന്നിയപ്പോൾ അവൾക്ക് പറ്റിയ ഒരു പയ്യനെ അന്വേഷിച്ച് പോയിട്ട് അവൾക്ക് പറ്റിയ ഒരു പയ്യനെ കിട്ടാനില്ല. ഇതെന്ത് കളിയാന്ന് നോക്കൂ, എല്ലാം തികഞ്ഞ ഒരു പെൺകുട്ടിക്ക് പയ്യനെ കിട്ടിയില്ല. അപ്പം രാജാവ് എന്ത് പറഞ്ഞു, മോളെ ഞാൻ നിനക്ക് കല്യാണം ആലോചിച്ച് മടുത്തു, എനിക്ക് ആരെയും കിട്ടാനില്ല, ആരെയും യോജിക്കാൻ തോന്നുന്നു. നീ ഒരു കാര്യം ചെയ്ത്, നീ തന്നെ നിൻ്റെ കൂട്ടുകാരികളും കൂടി പോയിട്ട് നിനക്ക് പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് അന്വേഷിച്ചിട്ട് വരൂ. മത്സ്യപുരാണത്തിലത്തെ കഥയാണ് കേട്ടോ ഞാൻ പറയണത്. ഈ കഥ തന്നെ വേറെ പുരാണങ്ങളിലും കാണും, വേറെ ചില പുരാണങ്ങളിലും കാണും. അതിന് കാരണം മത്സ്യപുരാണത്തിൽ 14,000 അധ്യായങ്ങളാണ് ഉള്ളത്, 14,000 ശ്ലോകങ്ങളാണ് ഇപ്പം ഉള്ളത്. അതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു അത്ര, കുറേ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന്. ഇതേ കഥകൾ തന്നെ വേറെ ചില പുരാണങ്ങളിലും കാണാനുണ്ട്. അതിൽ വ്യത്യാസം കുറേശ്ശേ ഉണ്ടാവും. ഇതേതായാലും മത്സ്യപുരാണത്തിലെ കഥ ഇങ്ങനെയാണ് പോണത്. അപ്പം സാവിത്രിയും കൂട്ടുകാരികളും കൂടി പോയി ഒരു ദിക്കിൽ പോയപ്പോൾ ഒരു രാജാവ്, ആ രാജാവിനെ എല്ലാവരും കൂടി തോൽപ്പിച്ച് അയാളെ നാട് കടത്തി. അയാൾ കാട്ടിൽ താമസിക്കണം. ആ രാജാവും ഭാര്യയും ഒരു മകനുണ്ട്, സത്യവാൻ്റെ പേര് പോലെ തന്നെ സത്യവാനും സുമുഖനും സുന്ദരനും എല്ലാമാണ്. പക്ഷെ രാജ്യം നഷ്ടപ്പെട്ടവർ. അച്ഛനും അമ്മയ്ക്കും കണ്ണു കാണാണ്ട് വയസ്സായപ്പോൾ അങ്ങനെ അവർ കാട്ടിൽ, ഈ സത്യവാൻ അച്ഛനെയും അമ്മയെയും നോക്കി കാട്ടിലുള്ളതായ എന്തെങ്കിലുമൊക്കെ കായ്കഴങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വളരെ ഇതായിട്ട് ജീവിക്കുന്നു. ആ സത്യവാനെ കണ്ടപ്പോൾ സാവിത്രിക്ക് ഇഷ്ടപ്പെട്ടു. അയാളെന്താ അച്ഛനോട് ചെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ആലോചിച്ചു, രാജ്യമില്ല, അച്ഛനും അമ്മയും കുരുടന്മാരാണ്, രാജ്യം നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ അവിടെ നാരദർ തന്നെയാണ് തോന്നുന്നു. ഒരു കുറ്റമുണ്ട് കേട്ടോ, ഈ ഒരു കൊല്ലം തികയണ ദിവസം സത്യവാൻ മരിക്കും, സത്യവാൻ ആയുസ്സും ഇല്ല. അപ്പം ഇങ്ങനെയുള്ളൊരു പയ്യനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഒരച്ഛന് സമ്മതം ഉണ്ടാവുമോ? പക്ഷേ അവൾക്ക് ഇതാണ് യോഗം. അതുകൊണ്ട് ആ കല്യാണം കൂടെ നടത്തി കൊടുത്തു. സാവിത്രി ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് അച്ഛനെയും അമ്മയെയും ശുശ്രൂഷിച്ച്, എങ്ങനെ കൊട്ടാരത്തിലിരുന്ന ശുശ്രൂഷിച്ച് സത്യവാന് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് സത്യവാൻ്റെ കൂടെ എന്ത് ജോലിയും ചെയ്ത് അങ്ങനെ സന്തോഷമായിട്ട് പതിവ്രതയായിട്ട് ജീവിക്കുന്ന കാലത്ത് 1 വർഷം തികഞ്ഞു. സാവിത്രിക്ക് അറിയാം ഈ വർത്തമാനം. അന്ന് അവൾക്ക് വല്ലാതെ സങ്കടം തോന്നി, ഇന്ന് മരിക്കൂലോ. അന്ന് കാട്ടിലേക്ക് സത്യവാനും സാവിത്രിയും കൂടി പോയി വിറക് വെട്ടാൻ പോയി. സത്യവാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തലവേദന എടുക്കണം, സാവിത്രി നിൻ്റെ മടിയിൽ ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞ് സാവിത്രിയുടെ മടിയിൽ കിടന്നു. വരണു
കയറും കൊണ്ട്. അപ്പോൾ സാവിത്രി വിചാരിച്ചു ഇതെന്താ അത് കാലമാടൻ നേരിട്ട് വരണേ, ഈ 2-3 തടിയന്മാരെയല്ലേ പറഞ്ഞു വിടുക നമ്മളെയൊക്കെ കൊണ്ടുപോകാൻ, ഇതെന്താ ഇങ്ങനെ നേരിട്ട് വരണേ, സാവിത്രി എന്താ ഇങ്ങനെ. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, കാലം തന്നെ യമധർമ്മരാജാവ് തന്നെ പറഞ്ഞു, സത്യവാൻ അത്രയ്ക്കും നല്ലവനാണ്, നീ അത്രയ്ക്കും പതിവ്രതയാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ ദൂതന്മാരെ ഒന്നും വിട്ടില്ല, ഞാൻ തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വന്നതാണെന്ന് പറഞ്ഞു. വേഗം പിടിച്ചു. അതാണ്ടൊക്കെ ഉണ്ടല്ലോ, പ്രാവണനെ വലിക്കാന്നോ ഇഴുക്കാന്നോ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ സത്യവാൻ്റെ ശരീരം അവിടെ ഇട്ടിട്ട് എടുത്തപ്പോൾ സാവിത്രി പിന്നാലെ ഇറങ്ങി. ഈ യമധർമ്മരാജാവിൻ്റെ പിന്നാലെ ഇറങ്ങി ഓരോരോ ന്യായങ്ങളും അതും ഇതൊക്കെ പറഞ്ഞ്, അയ്യോ നീ എന്തിനാ വരുന്നത്, നിനക്ക് ആയിട്ടില്ല നിന്നെ കൊണ്ടുപോകാൻ. അപ്പോൾ അവൾ പറഞ്ഞു, ഭർത്താവിൻ്റെ പോകണം, ആ വഴിയെ തന്നെയാണ് ഞാനും പോവുള്ളൂ, ഭർത്താവിൻ്റെ പിന്നാലെ പോകണമെന്നാണ് പറഞ്ഞേക്കണത്, എന്നെ വേളി കഴിച്ച് കൊടുത്തപ്പോൾ ഭർത്താവിൻ്റെ പാദങ്ങളെ പിന്തുടരാനാണ് പറഞ്ഞേക്കണത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മിടുക്ക് കണ്ടപ്പോൾ, ശരി നീ എന്തെങ്കിലും ഒരു വരം ചോദിച്ചോ, എന്നിട്ട് നീ തിരിച്ചു പോയിക്കോ. ഒന്നാമത്തെ ആദ്യം വരം ചോദിച്ചത്, എൻ്റെ അമ്മായി അച്ഛനും അമ്മായിയമ്മയ്ക്കും കണ്ണ് കാണാറാവണം, അവരുടെ നഷ്ടപ്പെട്ട രാജ്യം വീണ്ടും കിട്ടണം, എൻ്റെ ഭർത്താവിനെ കിട്ടണം എന്നല്ല അവൾ പറഞ്ഞത്. ശരി ആയിക്കോട്ടെ, നിൻ്റെ അമ്മായി അച്ഛനും അമ്മായിയമ്മയ്ക്കും കണ്ണും കാണും, രാജ്യത്തിലെല്ലാവരും. അപ്പോഴേക്കും അവിടെ മന്ത്രിമാരെല്ലാവരും അന്വേഷിച്ചു തുടങ്ങി, ശത്രുക്കളൊക്കെ ഓടിപ്പോയി, രാജാവിനെ വിളിക്കാൻ വന്നു തുടങ്ങി. ഇവരങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അവർ കൊട്ടാരത്തി കഴിഞ്ഞു. അത്ര വേഗം നടന്നു. ഇപ്പം മൊബൈലൊക്കെ ഉണ്ട്, അന്ന് എന്തുണ്ടായിട്ടാണാവോ പെട്ടെന്ന് സംഗതി ഇതായി. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം എന്നാൽ ഇനി പൊയ്ക്കോ മോളെ, ഞാൻ പോകുന്നു. അപ്പോഴും ഇവൾ പിന്നാലെ കൂടി ഓരോന്ന് പറഞ്ഞു. അപ്പോൾ മോളെ ഒരു വരം കൂടി തരാം, അത് പക്ഷെ സത്യവാനെ മാത്രം ചോദിക്കരുത്. ഇല്ല ചോദിക്കണില്ല, എൻ്റെ അച്ഛന്, ഞാനൊരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ, എൻ്റെ അച്ഛനൊരു 100 ആൺകുട്ടികളുണ്ടാവണം രാജ്യം ഭരിക്കാൻ. അച്ഛൻ്റെ പിറന്ന വീട്ടിൽ, മറ്റേത് ഭർത്താവിൻ്റെ വീടിനെ രക്ഷപ്പെടുത്തി, പിന്നെ സ്വന്തം അച്ഛൻ്റെ വേണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, 100 മക്കളുണ്ടാവും കേട്ടോ. അപ്പോഴേക്കും അവിടെ ഭാര്യ ഗർഭിണിയായി, പെറ്റു മക്കളായി ഒക്കെ ആയിക്കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും ഇവൾ പിന്നാലെ പോവുക. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ, എനിക്കാരുമില്ല, എനിക്ക് മക്കൾ വേണ്ടേ, എനിക്ക് മക്കളുണ്ടാവണ്ടേ, ഒരു കുട്ടിയെങ്കിലും എനിക്ക് ഉണ്ടാവണ്ടേ എന്ന് ചോദിച്ചപ്പോൾ, ഓ ശരിയെന്ന് പറഞ്ഞു. സത്യവാനെ തിരിച്ചു കൊടുക്കാണ്ട് പതിവ്രതയായ സാവിത്രി വേറെ ഒരുത്തൻ്റെ പിന്നാലെ പോയിട്ട് മക്കളുണ്ടാവാൻ പോണില്ല. യമധർമ്മരാജാവ് സത്യവാനെ തിരിച്ചു കൊടുത്തു. അങ്ങനെ സാവിത്രി ദേവിയുടെ പാതിവൃത്യത്തിൻ്റെ ഫലമായിട്ട് അവളുടെ അമ്മായിയമ്മ ആ ഫാമിലി, സ്വന്തം അച്ഛനും അമ്മയും അവരുടെ ഫാമിലി, അവരുടെ സ്വന്തം കുടുംബം എല്ലാം ധന്യമായി. നോക്കൂ രാജാവേ, എന്താ വേണ്ടതെന്നറിയാമോ? രാജാവിൻ്റെ നാട്ടിലെ സ്ത്രീകളെ പാതിവൃത്യ ശക്തി പഠിപ്പിച്ചു കൊടുക്കണം. അതായിരുന്നു അടുത്തത്. ഇനി എനിക്ക് ഇപ്പം 4 കഥയായില്ലേ, 4 കഥയായി അല്ലേ? എറുമ്പിൻ്റെ കഥ, പരമശിവൻ പാർവതിയുടെ കഥ, ഇവരുടെ കഥ, സാവിത്രിയുടെ കഥ, മറ്റേ ഗജദേവയാനിയുടെ കഥ, സാവിത്രി. ഈ കഥകളൊന്നും ഇവിടെ കൊണ്ട് നിൽക്കണില്ല, ഞാനൊരു ഭാഗം മാത്രം എടുക്കുക ചെയ്തത്. ഇനി ഗജദേവയാനിയിൽ നിറയെ ബാക്കിയുണ്ട് കഥ, ഇതിലും ഉണ്ട്. അത് ശിവൻ പാർവതിയുടെ നിറയെ ഉണ്ട് ബാക്കി, സ്കന്ദൻ ജനിച്ചത് ഇതൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് എന്താ? നമ്മളുടെ നാട് നേരെയാവണമെങ്കിൽ, നന്നാവണമെങ്കിൽ നമ്മൾ തമ്മിൽ സ്നേഹവും പരസ്പര ക്ഷമയും ഉണ്ടാകണം. ഇത് പറഞ്ഞാൽ പോരാ, മേടയിലിരുന്ന് ഞാൻ പറഞ്ഞിട്ട് എണീറ്റം കൂടെ പോകുമ്പോഴേക്കും എനിക്ക് ദേഷ്യം വരികയും എനിക്ക് ക്ഷമയില്ലാണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം? കേൾക്കാൻ നിങ്ങൾ കേട്ടോണ്ട് നല്ലതായിരുന്നു കേട്ടോ, കഥയൊക്കെ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ഇത് കേട്ടാൽ മാത്രം പോരാ, അതിന് 7 തലങ്ങളുണ്ട്. നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ, സ്കില്ല്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്. ഇങ്ങനെ 7 എണ്ണം ഉണ്ട്. ഞങ്ങൾ BEdന് പഠിക്കുമ്പോൾ ഇങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ 7 ലെവലുകളാണ് പറയണത്. ആദ്യം തന്നെ കേൾക്കുക, അതാ ഇപ്പം ചെയ്തത്. പലർക്കും ഇതിൻ്റെ കഥ അറിയാമായിരിക്കാം, എന്നാലും പല ആളുകൾക്കും ഈ കഥകളൊന്നും, പ്രത്യേകിച്ച് ഉറുമ്പിൻ്റെ കഥയും പറ്റിയൊന്നും അറിയാമെന്ന് തോന്നണില്ല. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ആ മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥ പറഞ്ഞില്ലേ, അതുപോലെ അത് ആലോചിച്ച് നോക്കുക, അത് ഉറപ്പിക്കുക, വേറെ ഒരാളോട് ഇതുപോലെ പറയാനായിട്ട് ഉള്ളത് സമ്പാദിക്കുക. അത് കഴിഞ്ഞാലോ അടുത്തതാണ് ആപ്ലിക്കേഷൻ, പ്രയോഗം. ഇത് പ്രയോഗിക്കണം. ഈ പാതിവൃത്യം കല്യാണം കഴിഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് പിന്നെ പിറ്റേ ദിവസം ഡൈവോഴ്സിനോടാതെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അച്ഛനെയും ഭർത്താവിൻ്റെ അമ്മയെയും അവിടുത്തെ ഭർത്താവിൻ്റെ പെങ്ങന്മാരെയും എല്ലാം സ്വന്തം ആൾക്കാരെ പോലെ വിചാരിച്ച്, തൻ്റെ വീടാണെന്ന് വിചാരിച്ച് അങ്ങനെ ജീവിക്കാനായിട്ടുള്ളതായ ഒരു സമ്പ്രദായമാണ് വേണ്ടത്. ഇത് കഥ കേട്ടാൽ മാത്രം പോരാ. പിന്നെ അല്ലെങ്കിൽ കല്യാണം കഴിച്ചാൽ പിറ്റേ ദിവസം ഭർത്താവിനെ ഫോറിനിലേക്ക് പറഞ്ഞു വിട്ടു, ഭാര്യ ഡൽഹിക്കോ വേറെ എവിടെയെങ്കിലും പോയി ജോലിക്ക്, മക്കളുണ്ടെങ്കിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മുത്തച്ഛനോ മുത്തശ്ശിയോ അല്ലെങ്കിൽ കേരള കുട്ടികളിതിൽ. ഇനി വയ്യാത്ത അമ്മായിയച്ഛൻ അമ്മായിയമ്മ ഉണ്ടെങ്കിൽ ഓൾഡ് ഏജ് ഹോം ഉണ്ടല്ലോ.
ഇങ്ങനെയൊക്കെ പോവാതെ ഈ രീതിയിലുള്ള ജീവിതം പഴഞ്ചാണ്ടി ജീവിതം ജീവിക്കാനല്ല പറയണത്. ഈ തത്വങ്ങളെ ഉൾക്കൊണ്ട് അങ്ങനെ ജീവിച്ചാൽ ഒരു സ്ത്രീ ഒരു വീട്ടിലത്തെ വിളക്കാണ്, ഒരു രാഷ്ട്രത്തിലത്തെ വിളക്കാണ്, ലോകമാസകലം അവൾ വിളക്കാണ്, അവൾ അമ്മയാണ് ഒരു സ്ത്രീ. അതുകൊണ്ട് സ്ത്രീകളെ എങ്ങനെയുള്ള സ്ത്രീകളെ, ഇങ്ങനെയുള്ള സ്ത്രീകളെ ഉണ്ടാക്കണം. ആ സ്ത്രീകളെ ഇങ്ങനെ ആക്കണം, എന്നിട്ട് അവരെ പൂജിക്കണം. അതാണ് വേണ്ടത് രാജാവേ എന്ന് പറഞ്ഞു കൊടുത്തു. ഇതുപോലെ നിറയെ കഥകളുണ്ട് കേട്ടോ മത്സ്യപുരാണത്തിൽ, നിറയെ കഥകൾ, എല്ലാം നമുക്ക് ആവശ്യമുള്ള കഥകളാണ്. എങ്ങനെയാ ശകുനം എന്നൊക്കെ ശ്രാദ്ധം കൂട്ടുന്നുണ്ടല്ലോ. ആർക്ക് വേണ്ടിയാ ശ്രാദ്ധം കൂട്ടണത്? ഒരാൾ മരിച്ചപ്പോൾ ശരീരം പഞ്ചഭൂതാത്മകമായ ശരീരം പഞ്ചഭൂതത്തിലേക്ക് ചേർന്നു. ആത്മാവ് ജീവാത്മാവ് വിട്ട് അത് പരമാത്മാവിലേക്ക് ലയിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ അത് വേറെ ജന്മം എടുത്തു, അതിൻ്റെ തലയിലെഴുത്തനുസരിച്ച് വേറെ ജന്മം എടുത്തു. ഇതല്ലേ നമ്മൾ മനസ്സിലാക്കിയേക്കണത്. പിന്നെ ആർക്കാ ഈ ചാത്ത കൂട്ടണത്? 15 മിനിറ്റ് ഉണ്ട്. ആർക്കാ ചാത്ത കൂട്ടണത്? ഒരു ചോദ്യമല്ലേ അത്? അപ്പം ശ്രാദ്ധം കൂട്ടണ്ട, എന്തിനാ വെറുതെ ശ്രാദ്ധം എന്നും പറഞ്ഞുകൊണ്ട്? രാജാവ് ചോദിച്ചു, ഈ ശ്രാദ്ധം കൂട്ടണത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? അപ്പോൾ മത്സ്യമൂർത്തി എന്താ പറഞ്ഞതെന്നറിയാമോ? രാജാവേ, ശ്രാദ്ധം കൂട്ടണത് മരിച്ചുപോയ അച്ഛന് വേണ്ടിയോ അമ്മയ്ക്ക് വേണ്ടിയോ ബാക്കിയുള്ളവർക്ക് വേണ്ടിയോ അല്ല. ശ്രാദ്ധം കൂട്ടണത് അവനവൻ നന്നാവാനായിട്ടാണ്. അവനവൻ എങ്ങനെയാണ് ശ്രാദ്ധം കൂട്ടിയാൽ നന്നാവുക? ഏതൊരു സൽപ്രവൃത്തിയിലും, ഒരു വ്രതമായിക്കോട്ടെ, അല്ലെങ്കിൽ ശ്രാദ്ധം പോലുള്ളതായിക്കോട്ടെ, ഒരു കല്യാണം പോലെയുള്ളതായ കല്യാണം, അതുപോലെ തന്നെ കുറേ ഉണ്ടല്ലോ, ഈ പൂണുനൂല്, അതുപോലെ തന്നെ ഓരോരോ വിശേഷങ്ങളില്ലേ. ഇനി ഗർഭിണി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുളിയൂടി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഏത് വിശേഷം, പിറന്നാൾ, ഇങ്ങനെയുള്ള ഏത് വിശേഷം നടത്തുകയാണെങ്കിലും ആ വിശേഷത്തിന് നമ്മളെന്താ ചെയ്യുക? കുറേ പേരെ വിളിക്കും, സദ്യ ഉണ്ടാക്കും, എന്നിട്ട് കുറേ പേർക്ക് ഭക്ഷണം കൊടുക്കും. അത് വളരെ വളരെ നല്ലതാണ്. ഇപ്പം ഇവിടെ സത്രത്തിൽ തന്നെ നമുക്ക് 10 ദിവസത്തേക്ക് ആൾക്കാരെ എല്ലാവരെയും വരുത്തി, കുറേ പ്രവക്താക്കളെ വരുത്തി, അതിൻ്റെ കൂട്ടത്തിൽ കൂടി എന്നെ പോലെയുള്ളവരെയും വരുത്തിയിട്ട് അത് കഴിഞ്ഞു. ഭക്ഷണം, സുഖമായ ഭക്ഷണം, അതുപോലെ തന്നെ 10 ദിവസത്തേക്ക് അന്നദാനം. നിങ്ങളും ചെയ്യൂ അന്നദാനം, നിങ്ങളും കൊണ്ടുവന്ന് ചൊരിയൂ എന്ന് പറയുന്നുണ്ടല്ലോ സ്വാമിജി. ഈ പുണ്യം സ്വാമിജിക്ക് മാത്രം കിട്ടിയാൽ പോരാല്ലോ, നമുക്കും കിട്ടണ്ടേ? അതിനു വേണ്ടി. അതുപോലെ നോക്കൂ, ഏതൊരു വ്രതത്തിൻ്റെയും യജ്ഞം, ദാനം, തപസ്, ഇത് 3 ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലേക്ക് വെച്ച് ഈ കലിയുഗത്തിൽ ദാനമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. യജ്ഞം ചെയ്യാനൊന്നും അത്രയ്ക്കുള്ള ഇതൊന്നും കിട്ടില്ല. യജ്ഞം ചെയ്യണമെങ്കിലേ ഒന്നാമത് ഹോമിക്കണമെങ്കിൽ നല്ല നെയ്യ് വേണം. അത് നല്ല നെയ്യ് കിട്ടുക, പശു നല്ല നെയ്യ് കിട്ടാനില്ല, ഒക്കെ കലർപ്പുള്ള നെയ്യാണ് കിട്ടുക. അതുപോലെ തന്നെ ഓരോ സാധനവും വാങ്ങിക്കുന്ന സാധനത്തിലും കലർപ്പുണ്ടാവും. അതുപോലെ തന്നെ തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാനൊന്നും ഈ കലിയുഗത്തിൽ ഒരുമാതിരി പേർക്കൊന്നും പറ്റില്ല. അപ്പം അതുകൊണ്ട് ദാനധർമ്മം ചെയ്യാൻ സാധിക്കും. എൻ്റെ കയ്യിൽ 10 കാശുണ്ടോ? 1 കാശ് കൊടുക്ക്. 10 രൂപയുണ്ടോ? 1 രൂപ കൊടുക്കൂ ദാനം. 10 ലക്ഷമുണ്ടോ? 1 ലക്ഷം എടുത്തു. അത് പറയുമ്പോഴാണ് എല്ലാവരും ഞെട്ടണത്. 10 ലക്ഷം കയ്യിലുണ്ടെങ്കിൽ 1 ലക്ഷം എടുത്ത് കൊടുക്കൂ. എന്താ വരാൻ പോണത്? നമ്മൾ പോകുമ്പോൾ എന്താ കൊണ്ടുപോകാൻ പോണത്? വന്നപ്പോൾ എന്താ കൊണ്ടുവന്നത്? മഹാരാജാവേ, ദാനധർമ്മങ്ങൾ വേണം. അപ്പം ഏകാദശി വ്രതമൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ഈ ഏകാദശി വ്രതം നമ്മൾ ഇരിക്കുന്നത് റെഗുലറായിട്ട് ഏകാദശി വ്രതം 1 കൊല്ലത്തേക്ക്, 2 കൊല്ലത്തേക്ക്, 10 കൊല്ലത്തേക്കൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ഈ ഏകാദശി വ്രതം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ദ്വാദശി നാൾ, ഏകാദശി നാൾ ഒന്നും ഭക്ഷണമൊന്നും കഴിക്കാണ്ടിരുന്നിട്ട് ദ്വാദശി നാൾ കാലത്ത് കുളിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കും. അതിനു മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏകാദശി തലേ ദിവസം ഉറങ്ങാണ്ടിരിക്കണതും ഉണ്ണാണ്ടിരിക്കണതും പിറ്റേ ദിവസം കുളിക്കണതും വെക്കണതും എല്ലാത്തിനേക്കാളും പ്രധാനം എന്താണെന്നറിയാമോ? ആ കുളിച്ച് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ പോണ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം ആർക്കെങ്കിലും ദാനം ചെയ്തിട്ട് വേണം കഴിക്കാൻ. നമ്മൾ പാരണ വീടുന്നതിന് മുന്നേ ആർക്കെങ്കിലും ദാനം ചെയ്ത് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. അത് അറിയാവുന്നവർ തന്നെ ഞാൻ 2-3 പേരോട് ചോദിച്ചു, ഏകാദശി എങ്ങനെയാണ് നിങ്ങളുടെ ഏകാദശി? അപ്പോൾ പിറ്റേ ദിവസം പാരണം വിടും, എന്തെങ്കിലും ഉണ്ടാക്കും, കുളിച്ച് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കും. ആരെങ്കിലും ഒരാളെ വിളിച്ച് കൊടുക്കണം. അത് അർഹിക്കുന്ന ആൾക്ക് കൊടുത്തിട്ട് വേണം കഴിക്കാനായിട്ട്. ഇങ്ങനെ നിറയെ വ്രതങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഞാനത് മുഴുവൻ പറഞ്ഞില്ലല്ലോ. നോളജ് പറഞ്ഞു, അണ്ടർസ്റ്റാൻഡിങ്ങും പറഞ്ഞു.
അത് നമ്മളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. ഇതൊക്കെ പ്രയോഗിക്കണം. ഏകാദശി ഇത് കേട്ടു, കഥയിൽ പറഞ്ഞതല്ല ഇത്. നമ്മൾ ഏകാദശി നോൽക്കട വരെ പിറ്റേ ദിവസം കാലത്ത് എന്തെങ്കിലും ആർക്കെങ്കിലും ദാനം കൊടുത്തിട്ട് വേണം താൻ കഴിക്കാനായിട്ട്. അത് നമ്മുടെ അപ്പം ആപ്ലിക്കേഷനായില്ലേ. ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതൊരു സ്വഭാവമാവും. കുറേ നാളിങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്കതിൽ പ്രാവീണ്യം സ്വഭാവമാവും. അതെ, ദ്വാദശി നാൾ പാരണ വീഴുന്നതിന് മുന്നേ ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് നമുക്ക് ഇങ്ങനെ കുറേ നാൾ ചെയ്യുമ്പോഴേ ഇത്ര നാളും ചെയ്യാതിരുന്നത് കൊണ്ട് ഓർമ്മ വരില്ല. അത് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കില്ലായി. അപ്പോൾ അതിലൊരു താല്പര്യം വന്നു, പ്രാവീണ്യം വന്നു. അത് കഴിഞ്ഞാൽ നമുക്കതൊരു അതിൽ വലിയ ഒരു ഹരം പോലെയാണ്. എങ്ങനെ ശബരിമലയ്ക്ക് വർഷാവർഷം 2-3 കൊല്ലം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഹരം പോലെയാണ്. പോണം. സത്രത്തിലേക്ക് വരുമ്പോൾ അതുപോലെ ചിലർക്കുണ്ട് കേട്ടോ. അയ്യോ, സത്രം തുടങ്ങുകയാണെങ്കിൽ സത്രത്തിന് പോകാണ്ട് പറ്റില്ല. അതൊരു ഹരം പോലെയാകും, ഇൻട്രസ്റ്റ്. അങ്ങനെ ആ ഇൻട്രസ്റ്റോട് കൂടി വന്നു കഴിഞ്ഞാൽ സത്സംഗങ്ങളെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അതിൽ അവർ പറയുന്നതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉള്ളിൽ കുറേശ്ശെയായിട്ട് ആഴത്തിൽ തറച്ചിട്ട് അവസാനം നമ്മൾ അതായിത്തീരും. പേഴ്സണാലിറ്റി ട്രേറ്റ് നമ്മുടെ സ്വഭാവത്തിൽ ഈ പറഞ്ഞ നല്ല ഇതുണ്ടല്ലോ. ഏത് മറ്റേ ക്ഷമ എന്ന് പറഞ്ഞു, സ്നേഹം എന്ന് പറഞ്ഞു, സന്തോഷം ഇതൊക്കെ പറഞ്ഞില്ലേ, അതെല്ലാം നമ്മളായിത്തീരും. അതായിത്തീരും നമ്മൾ. അങ്ങനെ ആയിത്തീരുമ്പോഴാണ് നമ്മൾ ബ്രഹ്മമായി തീരണത്. അഹം ബ്രഹ്മാസ്മി 5ാമത്തെ പടി പറഞ്ഞില്ലേ ഡോക്ടർ ഗോപാലകൃഷ്ണൻ. അമ്പലത്തിൽ പോവുക, തൊഴുക, വരിക, ശരി, അതൊക്കെ ആയിക്കോട്ടെ. അതായി ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് അഹം ബ്രഹ്മാസ്മി, തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ, സർവം ഖല്വിതം ബ്രഹ്മ. ഈ കാണുന്നത് മുഴുവനും ഭഗവാൻ തന്നെ, ഞാനും ഭഗവാൻ തന്നെ. അപ്പം ഭഗവാൻ അല്ലാണ്ട് ഇവിടെ വേറെ എന്താ ഉള്ളത് എന്നുള്ള സ്റ്റേജിലെത്തും. ആ സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് ശാന്തി, സമാധാനം, ആനന്ദം, പരമാനന്ദം ഒക്കെ ഉണ്ടാവും. അതുവരേക്കും ഇങ്ങനെ കിടന്ന് കുഴഞ്ഞിട്ട് കരഞ്ഞിട്ടും ചിരിച്ചിട്ടും ജീവിക്കുകയുള്ളൂ. ഏതാ വേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ. എനിക്ക് ഇതും വേണം അതും വേണമെന്നും പറഞ്ഞ് പുറപ്പെട്ടാൽ ശരിയാവില്ല. എനിക്ക് കുടുംബവും വേണം, കുടുംബത്തിലത്തെ സുഖങ്ങളും വേണം, സൗകര്യങ്ങളും വേണം, എല്ലാം വേണം, ആത്മീയവും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഏതിലേക്ക് ചായ്വുണ്ടോ അതിലേക്ക് പോകും. കംപ്ലീറ്റായിട്ട് ഒഴിവാക്കാൻ എല്ലാവർക്കും പറ്റില്ല കേട്ടോ. അത് എല്ലാവർക്കും പരിപൂർണമായിട്ട് ലൗകികം മുഴുവൻ വിട്ടിട്ട് അങ്ങോട്ട് പോകാനൊന്നും സാധിക്കില്ല. പെട്ടെന്നൊന്നും അങ്ങനെ വിടില്ല. അത് ക്രമത്തിൽ തന്നെ ഉർവാരുകമിവ ബന്ധനാതെന്ന് പറയും. എങ്ങനെ നല്ലോണം പച്ച മത്തനാണെന്ന് വിചാരിക്കൂ. പച്ച മത്തനെ വള്ളിയിൽ നിന്ന് പറിച്ചെടുക്കണമെങ്കിൽ കത്തി തന്നെ വേണം. നല്ലോണം മൂത്ത് പഴുത്തതാണെങ്കിലോ ഒരു പിരിവിരിച്ചാൽ മതി, ഇങ്ങോട്ട് പോരും. ബന്ധനങ്ങളിൽ നിന്നും ഇങ്ങനെ പഴുത്ത തന്നെ മത്തങ്ങയാണോ ഉറുവാരുകോ എന്താണെന്ന് എനിക്കറിയില്ല, കുമ്പളങ്ങയാണോ വെള്ളരിക്കയാണോ അതുപോലത്തെ ഒന്നാണെന്നറിയാം, ഒരു വള്ളിയിലുണ്ടാവണ ഒരു കായാണെന്നറിയാം. അതിനെ ഇങ്ങനെ തന്നെത്താനെ തന്നെത്താനെ പോരണത് പോലെ ബന്ധനങ്ങളിൽ നിന്നും മോചിച്ച് വന്നാൽ മാത്രമേ നമുക്ക് വേദനയില്ലാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ വേദനിക്കേണ്ടി വരും. ഇതെല്ലാവർക്കും കിട്ടില്ല. കാരണം ഈശ്വരാനുഗ്രഹം കൊണ്ട് മുജ്ജന്മങ്ങളിലുള്ള സുഹൃതം കൊണ്ടും ഒക്കെയാണ് ഇതിങ്ങനെ ഒരു ജന്മം വരുമ്പോൾ അവസാനത്തെ ജന്മമായി തീരുന്നത്. സാധാരണയായിട്ട് മുക്തരാവാൻ പോണവർക്ക് ഈ ജന്മത്തിൽ എനിക്ക് മുക്തി കിട്ടാനുള്ളതാണ് എന്നറിയാം. നമുക്ക് ആഗ്രഹമുണ്ടല്ലോ, നമ്മൾ പ്രയത്നിക്കുക. ഇനിയും നമ്മൾ മനുഷ്യരായിട്ട് തന്നെ ജനിക്കുള്ളൂ. അപ്പം നമ്മൾ പരിശ്രമിക്കണം. അതിപ്പോൾ തന്നെ ആയിക്കൂടെ? ഇപ്പം തന്നെ പ്രയത്നിച്ചിട്ട് നിർബന്ധ ബുദ്ധിയോടുകൂടി ഇന്ന് മുതൽ അങ്ങനെ ഒന്നുണ്ട്, അങ്ങനെ മുക്തി എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ടോ, അങ്ങനെ ഒരു ആനന്ദം പരമാനന്ദം ഉണ്ടെങ്കിൽ എനിക്കത് അനുഭവിക്കണം എന്നുള്ള തീരുമാനത്തോടു കൂടി അയ്യോ മറ്റേത് വിടല്ലേ, അതിലിരിക്കെ തന്നെ പതുക്കെ നമ്മളിതിലേക്ക് മാറണം. ഇതാണ് ഇത്രയും കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഈ മത്സ്യപുരാണത്തിൽ പിന്നെ എന്തൊക്കെയുണ്ടെന്നറിയാമോ? മത്സ്യപുരാണത്തിൽ ഒരു കെട്ടിടം കെട്ടുമ്പോൾ അത് കിണർ കുഴിക്കണത് ഇന്ന ദിക്കിലായിരിക്കണം, അതിന് എന്താണോ തറക്കല്ലിടുമ്പോൾ അത് കട്ടള വയ്ക്കുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ അങ്ങനെയൊക്കെ വേണോ? മഹാരാജാവ് ചോദിച്ചതാ. അതുപോലെ ഒരു അമ്പലം പണിയുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നോക്കണം. അപ്പം മത്സ്യമൂർത്തി അതൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ, എല്ലാത്തിനും വിശദീകരണം പറയുന്നുണ്ട്. ഇതൊക്കെ വേണ്ടത് തന്നെയാണ്. വേണ്ടതുപോലെ ചെയ്താൽ വേണ്ടതുപോലെ വരും. പിന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരെണ്ണം കേട്ടോ, ഇവിടെ പറയാൻ കൊള്ളാമോ എന്തോ അറിയില്ല, ഞാൻ സഭ്യമായ രീതിയിൽ പറയാം. ഒരു വ്യഭിചാരിണി
ലീലാവതി എന്നാണ് അവളുടെ പേര്. ആ ലീലാവതി എന്നുള്ള വ്യഭിചാരമാണ് അവളുടെ തൊഴിൽ. അവളുടെ അമ്മ അവളെ പഠിപ്പിച്ച് വിട്ടത് അതാണ്. കുട്ടിക്കാലം മുതൽ തന്നെ വ്യഭിചരിച്ചിട്ടാണ് ജീവിതം. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവളുടെ വീട്ടിൻ്റെ അവളുടെ അടുത്തേക്ക് ആൾക്കാർ വരും, അല്ലെങ്കിൽ അവളെ ആൾക്കാരുടെ അടുത്തേക്ക് പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവിടെ ഒരമ്പലം, ആ അമ്പലത്തിൽ നിറയെ ആൾക്കാർ വരും. ഈ അമ്പലങ്ങളിൽ നിറയെ ആൾക്കാർ വരുന്ന ദിക്കിലെ ഈ വ്യഭിചാരികളുണ്ടാവുമോ? അത്രേ ആൾക്കാർക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ. ഇങ്ങനെ വ്യഭിചാരികളെ ആവശ്യമുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ പരിസരത്തിൽ സന്ധ്യ ആയാലും രാത്രി ആയാലും വ്യഭിചാരികളൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇവൾ ആ അമ്പലത്തിലേക്ക് പോയി. അപ്പം അവിടെ ഒരു ഉത്സവം നടക്കുകയാണ്. ആ ഉത്സവത്തിൽ എല്ലാവരും അവിടുത്തെ ദേവിയെ എല്ലാവരും ഒരു വ്രതം എടുത്തിട്ട്, പെണ്ണുങ്ങളാണ് പ്രത്യേകിച്ച്, സ്ത്രീകൾ ഒരു വ്രതം എടുത്തിട്ട് ആ ദേവിയെ പൂജിച്ച് ആ ദേവിയെ ഭജിച്ച് ധ്യാനിച്ച് എല്ലാം കഴിഞ്ഞ് യജ്ഞം ദാനം തപസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഈ ലീലാവതി ചോദിച്ചു, ഇതെന്താ ഇത്? അതെ, നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മൾ സ്ത്രീകളല്ലേ, നമ്മൾ നിറയെ തെറ്റ് ചെയ്യും, ഇതുപോലുള്ളതൊക്കെ ചെയ്യും. അതിനൊക്കെ പ്രായശ്ചിത്തമായിട്ട് ഒരു വ്രതമുണ്ട്. ആ വ്രതം എടുത്തിട്ട് ഈ അമ്പലത്തിൽ വന്ന് ഈ ദേവിയെ ഭജിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ദോഷമുണ്ടല്ലോ, ആ ദോഷത്തിൽ നിന്നും മുക്തി കിട്ടും. നോക്കൂ, കൊലപാതകിക്ക്, കള്ളന്, എല്ലാവർക്കും ഉണ്ട് ശിക്ഷ. മത്സ്യം പറഞ്ഞു കൊടുക്കണ്ട്. അപ്പോൾ ഈ ലീലാവതി ആ വ്രതം എടുത്തു അത്രേ. ആ വ്രതം എടുത്ത് പറഞ്ഞതുപോലെ ആ വ്രതം എടുത്തിട്ട് അവളുടെ അത്രയും നാളും വ്യഭിചാരം നടത്തിയിരുന്നതിൻ്റെ മഹാഭാവം തീർന്നു എന്ന് കേൾക്കൂ. ഒരുത്തൻ രാത്രി നേരം കള്ളൻ ഒരു വീട്ടിൽ കയറി അടുക്കളയിൽ പോയിട്ട് എല്ലാവരുടെ ഊണും കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞു കേട്ടോ. ബാക്കി വന്ന ചോറോ കൂട്ടാനോ ഉള്ളത് അവൻ തിന്നു. ശബ്ദം കേട്ടപ്പോൾ വീട്ടിൽ ഒരാൾ എണീറ്റ് വന്നു. ദേ കള്ളൻ എന്ന് പറഞ്ഞ് ഓടി വന്നു. എല്ലാവരും കൂടി അവനെ തല്ലി. ഉടനെ തന്നെ അവനെ പോലീസിലാക്കി. അപ്പോൾ അവനെ ശിക്ഷിക്കാൻ പാടില്ല. കാരണം വിശപ്പിന് അതാണ്. വേറെ ഒരെണ്ണം കൂടി പറയാനുണ്ട്. വിശപ്പിൻ്റെ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഗംഗാ മാഹാത്മ്യം, കാശി മാഹാത്മ്യം എന്താ? അപ്പം അവന് ഈ വയറ് വിശക്കണവന് ഇത്തിരി ചോറ് കട്ടു തിന്നാൽ അവന് പിറ്റേ ദിവസം മുതൽ ഭക്ഷണം കൊടുക്കുക വേണ്ടത്, അല്ലാതെ അവനെ ശിക്ഷിക്കുകയല്ല വേണ്ടത്. രാജാവേ നല്ലോണം ശ്രദ്ധിച്ചോളൂ, അർഹിക്കണവനെ ശിക്ഷിക്കാൻ പാടുള്ളൂ. കാശി മാഹാത്മ്യത്തിൻ്റെ ചോദിച്ചു. കാശി മാഹാത്മ്യത്തിൻ്റെ കഥയിൽ അത് വേദവ്യാസൻ സ്വയം പറയണ കഥയാകട്ടോ. വേദവ്യാസൻ ഒരു ദിവസം എനിക്ക് ധ്യാനിക്കണമെന്ന് തോന്നി. ഞാൻ എവിടെ പോയിരുന്നു ധ്യാനിക്കും? കാശിയിലാവട്ടെ, അവിടെ വിശ്വനാഥനും ശിവനും പാർവതി ഉണ്ടല്ലോ, അന്നപൂർണേശ്വരി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കാശിയിൽ പോയി. ഒരൊറ്റ ഇരിപ്പായിരുന്നു ഒരു ദിക്കിൽ പോയിട്ട്. 12 വർഷം രാവും പകലും പോയതറിഞ്ഞില്ല. സമാധിയിൽ എണീറ്റപ്പോൾ വിശന്നിട്ട് വയ്യ, വല്ലാണ്ട് വിശക്കണു. അപ്പോൾ ഇവിടെ കാശിയിൽ എന്തെങ്കിലും കിട്ടുമല്ലോ, ആരെങ്കിലും എന്തെങ്കിലും തരുമല്ലോ എന്നും പറഞ്ഞ് ചോദിച്ചു. രാവിലെ മുതൽ വൈകുന്നേരം വരെ തെണ്ടിയിട്ട് പച്ചവെള്ളം പോലും കിട്ടിയില്ല. അങ്ങനെ 6 മാസം നോക്കൂ, അങ്ങോട്ട് ക്ഷമ, വേദവ്യാസ മുനിയുടെ ക്ഷമ നോക്കൂ. 6 മാസം നടന്നിട്ടും ഒരു മനുഷ്യർ പോലും ഒരു തരി ചോറ് കൊടുക്കാവട്ടെ, അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയോ, അവിടെ ചോറൊന്നും അല്ലല്ലോ, പിന്നെ എത്ര വെള്ളം കൊടുക്കാവട്ടെ ചെയ്തില്ല അത്രേ. അങ്ങനെ വന്നപ്പോൾ ഈ വേദവ്യാസ മുനി കയ്യിൽ കുറച്ച് വെള്ളം എടുത്തു. ഈ കാശിയും ഈ പരമേശ്വരനും ഈ അന്നപൂർണേശ്വരി ദേവിയും നശിച്ചു പോകട്ടെ എന്നും പറഞ്ഞത് എങ്ങനെ ഒഴിച്ചാൽ തീർന്നു. ഒഴിച്ചിട്ടില്ല. അപ്പോഴേക്കും പരമശിവന് ഇതിൻ്റെ മൊബൈൽ കിട്ടി. ഉടനെ തന്നെ അറിവ് കിട്ടി. ഉടനെ ഓടി വന്നു അന്നപൂർണേശ്വരിയോട് കൂടെ വന്നിട്ട് കാക്കൽ വീണ് നമസ്കരിച്ചു. ശപിക്കല്ലേ, വരൂ, ഞങ്ങൾ ഭക്ഷണം തരാം, ഞങ്ങൾ അറിഞ്ഞില്ല ഇവിടെ ഇരിക്കുന്ന കാര്യം. വേഗം ആ വെള്ളം കൂടെ ഒഴിച്ചു പോയി ഭക്ഷണം കൊടുത്തു. ആ കാശിയിലെ ഗംഗയിലെ വെള്ളത്തിൽ അന്നപൂർണേശ്വരി ദേവി ഉണ്ടാക്കിയ ഭക്ഷണം അത് കഴിച്ചപ്പോൾ വേദവ്യാസ മുനി 6 മാസമായി, 12 കൊല്ലമായി ഭക്ഷണം, 12.5 കൊല്ലം ഭക്ഷണം കഴിക്കാണ്ട്. ആ ഭക്ഷണത്തിൻ്റെ ഒരു രുചി ആലോചിച്ച് നോക്കൂ. അങ്ങനെ രുചിയോടുകൂടി ഭക്ഷണം വയറ്റിലേക്ക് പോയപ്പോൾ കയ്യിൽ വെള്ളം എടുത്തു. ഈ കാശിയും ഈ പരമേശ്വരനും ഈ അന്നപൂർണേശ്വരിയും നീണാൾ വാഴട്ടെ, നല്ലോണം പോലെ ഇരിക്കട്ടെ, ഒരിക്കലും അവർക്ക് നാശമുണ്ടാവില്ല. ഇവിടെ വന്ന് ഈ വെള്ളം കുടിക്കണവരും ഇവിടെ നിന്ന് എന്തെങ്കിലും പ്രസാദം മേടിച്ച് കഴിക്കണവരും മോക്ഷം കിട്ടട്ടെ എന്നും പറഞ്ഞ്. നോക്കൂ, നമ്മൾ 5 തട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് 5ാമത്തെ തട്ടിലിരിക്കുന്ന ആളാ. വിശന്നപ്പോൾ എന്താ ഉണ്ടായെന്ന് നോക്കൂ, ദേഷ്യം വന്നു. ഇതെന്തിനാ പറയണേന്നറിയാമോ? എത്ര യോഗിയാണെങ്കിലും ശരി, എന്ത് മഹർഷിയാണെങ്കിലും, എന്ത് സന്യാസിയാണെങ്കിലും, എന്ത് സന്മാർഗിയാണെങ്കിലും അവർക്കും സംഭവിക്കും എന്തെങ്കിലും. അപ്പോൾ എന്തു വേണം? എന്തുകൊണ്ടാണ് അദ്ദേഹം ശപിക്കാൻ പുറപ്പെട്ടത്?
വിശപ്പുകൊണ്ട് ഓടി വന്നു പരമശിവനും അന്നപൂർണേശ്വരിയും. വന്നിട്ട് ആ വിശപ്പ് മാറ്റിയപ്പോൾ നേരെ മറിച്ചല്ലേ അനുഗ്രഹിച്ചത്. ഇതുപോലെ തന്നെയാണ് ഏത് സന്മാർഗിയും ഏത് സന്യാസിയും ആരാണെങ്കിലും ശരി, അവർക്കും വരും ദേഷ്യം, അവർക്കും ചിലപ്പോൾ ഇളകും കാമം, അവർക്കും മോഹം വരും, മതം വരും, മാത്സര്യബുദ്ധി വരും. പക്ഷേ അതെന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് മനസ്സിലാക്കി ഉടനെ തന്നെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുമ്പോൾ അത് ഇല്ലാണ്ടാവും. അത് ഉർവശി ശാപം ഉപകാരം എന്ന് പറയില്ലേ, അതുപോലെ അവർക്ക് വന്ന ക്രോധവും അവർക്ക് വന്ന കാമവും നല്ലതിനായിട്ട് ഭവിക്കും. അതാണ് ഈ സന്യാസിമാരെ സന്യാസിയല്ല, നമ്മുടെ വേദവ്യാസ മഹർഷിമാരെ പറ്റിയിട്ടുള്ള ഒരു കഥ മത്സ്യപുരാണത്തിൽ കണ്ടത്. ഇതൊരു കഥയൊന്നും അല്ല കേട്ടോ, ഒരുപാട് കഥകളുണ്ട്. ഏതായാലും പറയാനും നമ്മുടെ സമയവും ഏതാണ്ട് ശരിയായി ഇല്ലേ, സമയമായില്ലേ? അപ്പോൾ നമുക്ക് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ളത്, ഈശ്വര, ദുർജനങ്ങളായാലും ശരി സജ്ജനങ്ങളായാലും ശരി, അവരുടെ ശാന്തത കിട്ടിയ ആൾക്കാരായാലും ശരി, ആ ലെവലിൽ, അതിനപ്പുറത്തുള്ളവർ അധികം കാണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളിൽ കുറേ ദുർജനങ്ങൾ, കുറേ സജ്ജനങ്ങൾ, കുറേ ശാന്തർ, അങ്ങനെ മുക്തി കിട്ടാനായിട്ട്, ആ മോക്ഷപദത്തിലേക്ക് മുക്തിപദത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഭഗവാനെ നമ്മളെ രക്ഷിക്കണേ, സഹായിക്കണേ. ഇതാണ് നമുക്കുള്ള പ്രാർത്ഥന. നമുക്കതേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. പടിയായിട്ട് മോക്ഷപദവിയിലെത്തി എല്ലാവരും മുക്തരായിട്ടിരിക്കണേ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മളുടെ ഇത് അവസാനിപ്പിക്കാൻ കേട്ടോ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഓം ശാന്തി ശാന്തി ശാന്തി.